അപ്പോൾ എടാ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഇപ്പോൾ ചാപ്റ്റർ ടു എത്തിയിട്ടേ ഉള്ളൂ. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊഡ്യൂൾ 3-ലാണ് നമ്മുടെ പ്രാക്ടിക്കൽസ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പടേന്ന് പറഞ്ഞ് നമ്മുടെ തിയറീസ് ഒക്കെ ഒന്ന് തീർക്കണം. ഒക്കെ ഒരു 1, 2, 3 ദിവസത്തിനുള്ളിൽ തിയറി തീർക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്നാലേ നമുക്ക് പ്രാക്ടിക്കലി കയറാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും. പിന്നെ എടാ, എനിക്ക് നിങ്ങളോട് ചെറിയൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ മൂന്നുപേരും ആയിട്ട് ചോദിക്കാന്ന് വെച്ചിരിക്കുമായിരുന്നു. നിങ്ങൾക്കറിയാം നമുക്ക് 2 ബാച്ച് സ്റ്റുഡൻസ് ആണുള്ളത്. നിങ്ങളൊരു 3 പേരും അടുത്ത ബാച്ചിൽ 3 പേരും. അപ്പം നിങ്ങൾക്കാണ് ഒന്നിരാടം വെച്ചേ ക്ലാസ് ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ കുറേ സംഭവങ്ങൾ പഠിപ്പിച്ച് തീർക്കാനുണ്ട്. ഞാൻ നിങ്ങളെ 6 പേരെയും കൂടി ഒറ്റ ബാച്ചാക്കി ക്ലാസ് എടുക്കുന്നതിനെ പറ്റി നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെയിലി ക്ലാസ്സും വെക്കാം. ഇതിന്റെ അങ്ങനെ ചോദിക്കാൻ കാരണം വെച്ചാൽ നിങ്ങൾ ഒന്നാമത് അധികം പിള്ളേരില്ലല്ലോ, മൊത്തം 6 പേരല്ലേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് കിട്ടും. അപ്പം നിങ്ങൾക്ക് ആ കണക്ഷൻ വിട്ടു പോകത്തില്ല. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഡെയിലി ക്ലാസ് കിട്ടുമ്പോൾ ആ കണക്ഷൻ പോകാതിരിക്കും. വേറൊരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇവിടെ ഒരു ക്ലാസ് എടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്ത് നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഈ ഒരേ കാര്യം തന്നെ തിരിച്ച് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ എനിക്ക് പകുതി കാര്യം പറയാനുണ്ടാവത്തില്ല ഇവിടെ പറയുന്നത്. അതുമാത്രമല്ല, ഇവിടെ പറയാത്തത് പലതും ആയിരിക്കും ഞാൻ അവിടെ ചെന്ന് പറയുക. മനസ്സിലായോ? അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അവർക്ക് കിട്ടില്ല, അവർക്ക് കിട്ടുന്ന നിങ്ങൾക്ക് കിട്ടൂല എന്നൊരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ വെച്ചാൽ ഈ ഒന്നിരാടം ഇടപെട്ട് ക്ലാസ് ആയതുകൊണ്ട് ഒരു പക്ഷേ ഇത് 2 മാസം കൊണ്ട് തീർന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായി പോകും. കാരണം നിങ്ങൾക്ക് ക്ലാസ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ബിസി ആയിപ്പോകും. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താ പറയാ, ഇപ്പൊ നിങ്ങക്ക് ഇത് പെട്ടെന്ന് ഇപ്പൊ ഡെയിലി ക്ലാസ് വെച്ചതുകൊണ്ട് ഇത് പെട്ടെന്ന് തീർന്നു പോയാലും പ്രശ്നമില്ല. കാരണം നമ്മൾ എല്ലാ കാര്യം പഠിപ്പിച്ചിട്ടാണല്ലോ തീർന്നു പോയത്. പക്ഷെ തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നഷ്ടമല്ലേ? ഓക്കെ, അങ്ങനെ ഒരു അത് മാത്രമല്ല, നേരത്തെ തീരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി കൂടുതൽ പറഞ്ഞു തരാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടും. അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? അവരെ കൂടി ചേർത്ത് നമുക്ക് ഡെയിലി ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നേരത്തെ തീർക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി കൂടുതൽ പറഞ്ഞു തരാം. ചിലപ്പോൾ 1, 2 ടൂൾസും കൂടി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ആൽവിനും ഇവനും ഓക്കെയാണ്. സംശിത, നിനക്കോ? എന്താ സംഭവം? ഞാൻ കേട്ടിട്ടില്ല. എടാ, അതായത് നമ്മളിപ്പം 3 പേരുള്ള 2 ബാച്ചായിട്ടല്ലേ ക്ലാസ് പോകുന്നേ. അപ്പം ഒന്നിരാടൻ ഇടപെട്ട് ക്ലാസ് പോയാൽ ഒരു പക്ഷേ ഇത് 2 മാസം കൊണ്ട് തീർക്കാൻ പറ്റാതെ വരുമോ എന്ന് എനിക്കൊരു പേടി. കാരണം ഇത് ഇത്രയും കുറേ ഉണ്ട് പഠിപ്പിച്ച് തീർക്കാൻ. തിയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിയറി പോലെ പെട്ടെന്ന് പ്രാക്ടിക്കലി തീരണമെന്ന് നിർബന്ധമില്ല. കാരണം പ്രാക്ടിക്കലി നിങ്ങളുടെ ഡൗട്ട് എല്ലാം തീർത്ത് വേണ്ടേ പോകാം. തിയറി ആകുമ്പോൾ എനിക്ക് അങ്ങോട്ട് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ പ്രാക്ടിക്കൽ അങ്ങനെയല്ലല്ലോ, നിങ്ങൾ ഇങ്ങോട്ട് പറയണം. നിങ്ങൾക്ക് ലാബ് ഉണ്ട്, അസൈൻമെന്റ്സ് ഉണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നിരാടൻ തീരുമോ എന്നൊരു സംശയം. അത് മാത്രമല്ല, ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു ദിവസം നിങ്ങളാണ് ആദ്യത്തെ ക്ലാസ്, അത് കഴിഞ്ഞിട്ടല്ലേ അവർക്ക് ക്ലാസ് പോകുന്നത്. ഇപ്പൊ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ട് അപ്പുറത്ത് ചെല്ലുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് പല കാര്യം അവിടെ പറയാൻ പറ്റുന്നില്ല. വെച്ചാൽ ഈ ആവർത്തന വിരസത എന്ന് പറയും. അത് ഇവിടെ ഒരു കാര്യം ഇന്നലെ പറഞ്ഞിട്ട് അത് തന്നെ തിരിച്ചപ്പുറത്തെ പകുതി കാര്യം നമുക്ക് പറയാൻ തോന്നുകയില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ പുതിയ കാര്യങ്ങൾ ഓർത്തെടുക്കുമ്പോൾ അവരോട് പറയുന്നത് നിങ്ങളോട് ഒന്നും പറയാനും പറ്റൂലല്ലോ. കാരണം ആ ക്ലാസ്സിൽ പറയുന്നത് പിന്നെ ഞാൻ മറന്നു. അപ്പൊ അവർക്ക് കിട്ടുന്ന പലതും നിങ്ങൾക്കും കിട്ടൂല, നിങ്ങൾക്ക് കിട്ടുന്നത് പലതും അവർക്കും കിട്ടൂല എന്നൊരു വ്യത്യാസം നിങ്ങൾ തമ്മിൽ വരും. പക്ഷെ നിങ്ങൾ ഒരേ ബാച്ച് സ്റ്റുഡൻസ് ആകുമ്പോൾ അങ്ങനെ വ്യത്യാസം വരുമ്പോൾ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. പിന്നെ നിങ്ങൾ ഇനി ഒരു ബാച്ചായിട്ട് പഠിക്കുവാണെങ്കിലുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് ഉണ്ടാവും. 1, 2 ഇടവിട്ടായിരിക്കൂല. അപ്പൊ നിങ്ങൾക്ക് ഒരു കണക്ഷൻ പോവാതിരിക്കും. ഓക്കെ, 1, 2 ഇടവിട്ട് നിങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് തീർക്കാൻ പറ്റും പരിപാടി. ഇത് പെട്ടെന്ന് പഠിച്ചു തീർക്കുവാണെങ്കിൽ നമുക്ക് തന്നെയല്ലേ ഉപകാരം. ഇനി പെട്ടെന്ന് തീരുവാണെങ്കിൽ എന്താ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ എന്റെ ഔട്ട് ഓഫ് സിലബസിൽ നിന്ന് വേണേൽ എനിക്ക് നിങ്ങളെ എടുത്ത് പഠിപ്പിക്കാൻ പറ്റും പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് വേണേൽ കുറച്ച് 1, 2 ടൂൾസും കൂടി കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ഉപകാരങ്ങളുണ്ട്. പെട്ടെന്ന് നമുക്ക് ഈ തിയറി തീർത്ത് പെട്ടെന്ന് തന്നെ പ്രാക്ടിക്കലേക്ക്. അപ്പൊ 1, 2 ഇടപെട്ടാണ് ഇനി ചിലപ്പോൾ 2, 3 ആഴ്ച എടുത്തുകൊണ്ടിരിക്കും നമ്മൾ പ്രാക്ടിക്കലി കയറാൻ. കാരണം 1, 2 ഇടപെട്ടല്ലേ പോകുന്നേ. അതിൽ ഞായറാഴ്ച ലീവാണ്, ശനിയാഴ്ച നിങ്ങൾക്ക് ക്ലാസ് അല്ല ഉള്ളത്. ശനിയാഴ്ച നിങ്ങൾക്ക് പ്രസന്റേഷൻസിന്റെ ഡേയ്സ് ആണ്, ആക്ടിവിറ്റീസ് ആണ് ഉണ്ടാവുക. അപ്പൊ ഈ തിയറിയിൽ നിന്ന് നമ്മൾ പ്രാക്ടിക്കലോട്ട് വരാൻ 2, 3 ആഴ്ച എടുക്കും. അതേ സമയത്ത് നമ്മൾ ഡെയിലി ക്ലാസ് ആണെങ്കിൽ പടയെന്ന് പറഞ്ഞ 1, 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് 1, 2 ആഴ്ചയല്ല, 1, 1/2 ആഴ്ച 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് എന്തായാലും പ്രാക്ടിക്കലി കയറാനും പറ്റും. പടയെന്ന് പറഞ്ഞ പ്രാക്ടിക്കൽ തുടങ്ങി പോകാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായമാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ 6 പേര് ഒരു ബാച്ചായിട്ട് തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും ഉപകാരം. കാരണം നമുക്ക് പടയെന്ന് തീർക്കാം, പരിപാടി പെട്ടെന്ന് തീർക്കാം. എന്താ അങ്ങനെ ചെയ്യാം? നിങ്ങൾ അത് വിടി, ഈ ക്ലാസ് കയറിയേക്കോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ തിയറിയിലോട്ട് കിടക്കാം. ഇന്ന് ചാപ്റ്റർ 2
ടൈപ്പ് ഓഫ് ഹാക്കേഴ്സ് ആൻഡ് ത്രെറ്റ് ആക്ടേഴ്സ്. ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് ടൈപ്പ് ഓഫ് ഹാക്കേഴ്സിനെ പറ്റി ഒന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയായിരുന്നു ജസ്റ്റ്? ആൽവിൻ, ക്യാമറയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ചേട്ടാ, ഓൺ ചെയ്യും ഒരു കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടതാ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പം ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, ഇപ്പൊ ചാപ്റ്റർ 2 എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ഹാക്കേഴ്സിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ അറിയാം, നമ്മൾ ഹാക്കർ എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ പലരുടെ മൈൻഡിലോട്ട് ആദ്യം വരുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. അപ്പം എനിക്കത് ശരിക്കും നമുക്കത് കാണാൻ പറ്റും. പലർക്കും ഇപ്പോൾ നമ്മൾ സൈബർ സെക്യൂരിറ്റി പഠിക്കണം അല്ലെങ്കിൽ ഹാക്കിംഗ് പഠിക്കണം എന്ന് പറഞ്ഞാൽ പലരുടെയും വീട്ടിൽ നിന്ന് സമ്മതിക്കാത്തതിൻ്റെ മെയിൻ കാരണം ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ മോശപ്പെട്ട പരിപാടിയാണ്, അല്ലെങ്കിൽ കരിയർ ഇല്ലാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ളൊരു കേസാണെന്നുള്ള തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ്. ഇപ്പം അത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഭാഗത്തോട്ടൊക്കെ ഉള്ളൂ, അല്ലാതെ എല്ലായിടത്തും അങ്ങനെയാണെന്നല്ല. അപ്പം അങ്ങനെ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് പലർക്കും ഇപ്പോഴും ഉണ്ട്. ഈ 2026 പോലും സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മോശപ്പെട്ട കാര്യമായിട്ട് കാണുന്ന പലരും ഉണ്ട്. പക്ഷേ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹാക്കേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യം, നമുക്കത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ മിക്കപ്പോഴും വരും. അതായത് നമ്മളെ റീച്ച് ചെയ്യുന്നവരിലേക്ക് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഹാക്കർ ആണെന്ന് അവരറിഞ്ഞിരിക്കേണ്ടതും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ എത്തിക്കൽ ഹാക്കറാണ്, പക്ഷെ നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ മറ്റാൾക്കാരോ നമ്മളെ ഇങ്ങനെ പുഷ് ചെയ്യണോ ഓരോ മോശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി. സ്വാഭാവികം, നിങ്ങളിത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് പോലും, നമ്മൾ ഹാക്കിംഗ് ആണ് പഠിക്കുന്നത്. മറ്റുള്ളവർ, ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ, മറ്റുള്ള പലർക്കും അറിയത്തില്ലാത്ത ടെക്നോളജിയുടെ ചില ഇരുണ്ട മുഖങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പല പ്രവണതകൾ ഉണ്ടാകും, പലത് ചെയ്യാനും ഒക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ എന്തൊക്കെയായിരിക്കാം സംഭവിക്കുക, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അതുപോലെ തന്നെ എന്താ പറയുക, ഓക്കെ, നമ്മളും അറിഞ്ഞിരിക്കണം എന്തിനാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹാക്കേഴ്സിനെ അറിഞ്ഞിരിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ഓർഗനൈസേഷണൽ ലെവല് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് വേയിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റാക്കറിനെ തിരിച്ചറിയുന്നത്, അതായത് ഇത് ഏത് ടൈപ്പ് ഓഫ് ആളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് ത്രെറ്റ് മോഡലിംഗ്, അതുപോലെ തന്നെ റിസ്ക് അസസ്മെന്റ്, ഡിഫൻസ് പ്ലാനിങ്, കരിയർ ക്ലാരിറ്റി, ഇതിനൊക്കെ സഹായിക്കും. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ത്രെട്ട് അല്ലെങ്കിൽ ഹാക്കർ ഏത് ടൈപ്പാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഇയാളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതുപോലെ ഇതിന്റെ റിസ്ക് എന്തോരെയാണ്, അല്ലെങ്കിൽ ഡിഫൻസ് പ്ലാനിങ്, അതായത് ത്രെട്ടിന്റെ ഒരു വലുപ്പം അനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഇന്ന ത്രെറ്റാണ് വരുന്നത്, ഒരു മാൽവെയർ അറ്റാക്ക് ആണ് വരുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാൽവെയറിനനുസരിച്ചുള്ള ഡിഫൻസ് എടുക്കാം. റാൻസം വെയറിനുള്ള അറ്റാക്ക് ആവുന്നത് നമുക്ക് റാൻസം വെയർ അനുസരിച്ചുള്ള ഡിഫൻസ് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു കരിയർ ക്ലാരിറ്റി വരും. ഓക്കെ, അതായത് ഞാനൊരു ബ്ലാക്ക് ഹാറ്റ് ആവണോ, ഗ്രേ ഹാറ്റ് ആവണോ, വൈറ്റ് ഹാറ്റ് ആവണോ, ഇതെന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഇതിലേക്കുള്ള കരിയറിനെ പറ്റി ഒരു ക്ലാരിറ്റി വരും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ഓഫ് ഹാക്കേഴ്സിലോട്ടും കാര്യങ്ങളോട്ടും ഒന്ന് പോവാണ്. എൻ്റെ ഒരു അറിവനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ 20 ടൈപ്പ് ഓഫ് ഹാക്കേഴ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 20 ടൈപ്പ് ഓഫ് ഹാക്കേഴ്സ്, 20 എണ്ണം ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മൾ അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു 6 ടൈപ്പ് ഓഫ് ഹാക്കേഴ്സിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, 6 ടൈപ്പ് ഓഫ് ഹാക്കേഴ്സ്. അതിൽ ഒന്നാമത്തെ ഹാക്കേഴ്സ് ആണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയാം. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള എത്തിക്കൽ ഹാക്കിംഗ് പ്രൊഫഷണൽസിനെയാണ് നമ്മൾ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുക. അതായത് കമ്പനികൾ ലീഗലായിട്ട് കമ്പനികളുടെ വെബ്സൈറ്റുകൾ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവരെ സഹായിക്കുക, ലീഗലി ഉള്ള മാറ്റേഴ്സ്. എക്സാക്ട് ക്ലിയർ കട്ട് വൈറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ലീഗൽ മെത്തേഡ്സ് മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കമ്പനീനെ നമുക്ക് ടെസ്റ്റ് ചെയ്യണം, കമ്പനിയുടെ വെബ് ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സെർവർ ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ സിസ്റ്റം ടെസ്റ്റ് ചെയ്യണം. ആരുടെ സിസ്റ്റം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും ലീഗലായിട്ടുള്ള ലീഗലായിട്ട് റിട്ടേൺ എഗ്രിമെന്റ് വാങ്ങുക. ഇന്ന സാധനങ്ങൾ എനിക്ക് ടെസ്റ്റ് ചെയ്യണം, അതിനെനിക്ക് അനുവാദമുണ്ട്, അതുപോലെ തന്നെ അവരുടെ ഒപ്പ്, മറ്റു കാര്യങ്ങൾ, ഡീറ്റെയിൽസ് അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇന്ന കാര്യങ്ങളെ മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ ബഗ് ബൗണ്ടി ഒക്കെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ബഗ് ബൗണ്ടിയിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ മനസ്സിലാകും. അവിടെ അതിൻ്റെ പേര് പറഞ്ഞു പോയല്ലോടാ, എന്തോ PIP എന്നോ അങ്ങനെ എന്നിട്ടൊരു പേരുണ്ട്, എന്തോ ഡിസ്ക്ലോഷർ, പെട്ടെന്ന് അതിൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ ഒരു സാധനമുണ്ട്. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എഗ്രിമെന്റ് ആണ്. അവർ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന സാധനങ്ങൾ മാത്രമേ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാവുള്ളൂ. ചിലപ്പോൾ നമ്മൾ പെനട്രേഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെക്യൂരിറ്റി ടെസ്റ്റുകൾ നടത്തുമ്പോൾ നമുക്ക് കുറച്ചധികം ഇൻഫോർമേഷൻസ് കിട്ടും അവരെ പറ്റി. ചിലപ്പോൾ കസ്റ്റമറുടെ ഡാറ്റാബേസ് കിട്ടിയെന്നിരിക്കും, യൂസേഴ്സിന്റെ ഇൻഫോർമേഷൻസ്, പാസ്വേഡ്സ് കിട്ടിയെന്നിരിക്കും. പക്ഷെ നമ്മൾ അത് ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ കമ്പനിക്ക് തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പോലും അത് കേസാവും. കാരണം അവർ പറഞ്ഞിട്ടുണ്ടാവും കസ്റ്റമറിന്റെ ഒരു ഡാറ്റയും നിങ്ങൾ ചെക്ക് ചെയ്തെന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ അത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൗണ്ടി തരുന്നതിന് പകരം നമുക്കെതിരെ അവർ ലീഗൽ ആക്ഷൻസ് എടുക്കും. അപ്പോൾ
അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് കൃത്യമായിട്ടുള്ള ലീഗൽ എത്തിക്കൽ ബാരിയേഴ്സ് കീപ്പ് ചെയ്യണം. അതായത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് അവിടെ നോക്കരുത്, ലീഗലായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതെ, മറ്റുള്ളവരെ ഹെൽപ്പ്, സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഹാംഫുൾ ആവുന്ന ഒന്നും തന്നെ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ചെയ്യാൻ പറ്റില്ല. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സിന്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ ഡാറ്റാ ബ്രീച്ചസുകളെ പ്രിവെന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ പേഴ്സണൽ ഡാറ്റേനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. ഇതാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സിൽ വരുന്ന മെയിൻ ജോബ് റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കൽ ഹാക്കേഴ്സ്. ഓക്കെ, എത്തിക്കൽ ഹാക്കേഴ്സ്, പെനട്രേഷൻ ടെസ്റ്റർ, സോക്ക് അനലിസ്റ്റ്, സെക്യൂരിറ്റി റിസർച്ചർ, ഇതൊക്കെയാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ജോബ് മേഖലകളെന്ന് പറഞ്ഞു ജോബ് മേഖലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ഒരു സാധനം, ഇവിടെ PDF നിങ്ങൾക്ക് കാണിച്ചില്ല അല്ലേ, സോറി കേട്ടോ, മറന്നു. എടാ ഞാനിങ്ങനെ മറന്നുപോയെന്ന് പറയണം കേട്ടോ, പ്രസന്റേഷൻ്റെ PDF കാണിക്കേ. ഓക്കെ ഓക്കെ, ഇതാണ് ഒരു PDF കഴിഞ്ഞു. ഓക്കെ, വൈറ്റ് ഹാറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഇതേ അതുപോലെ തന്നെ നമ്മൾ ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എൻറ്റയർലി വൈറ്റ് ഹാറ്റ് ഹാക്കറിന് ഓപ്പോസിറ്റ്. ഇവർക്ക് പെർമിഷൻസ് വേണ്ട, ഇവർക്ക് ലീഗൽ ബാരിയേഴ്സ് നോക്കണ്ട, എത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യവും നോക്കണ്ട, നമുക്ക് തോന്നുന്ന പോലെ എന്തും ചെയ്യാം. അവിടെ നമ്മൾ കരുണ കാണിക്കേണ്ട, സൊസൈറ്റിക്ക് എന്ത് പറ്റുമെന്ന് നോക്കണ്ട. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു കമ്പനീനെ ഒരു അറ്റാക്ക് ചെയ്യാൻ വിചാരിക്കും, ഇപ്പോൾ പെനട്രേഷൻ ടെസ്റ്റ് നമ്മൾ എത്തിക്കലായിട്ടുള്ള ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ലീഗലായിട്ടുള്ള പെർമിഷൻ മേടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ലീഗലായിട്ട് പെർമിഷൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ സെർവറാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, ആ അറ്റാക്കിനിടയ്ക്ക് ചിലപ്പോൾ അവരുടെ വെബ്സൈറ്റ് ഡൗൺ ആയിരിക്കും, അല്ലെങ്കിൽ സെർവർ ഡൗൺ ആവും. അപ്പോൾ കമ്പനിയുടെ ഒരു നിലവിലുള്ള പ്രവർത്തനത്തെ അത് ബാധിക്കുമല്ലോ, സെർവർ ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ. അതിലൊന്നും അവർക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ അതിനൊരു മുൻകരുതൽ അവർക്ക് എടുക്കാൻ വേണ്ടിയാണ്. സെർവർ ഡൗൺ ആയാലും എന്തെങ്കിലും ബാക്കപ്പ് എടുത്ത് വെക്കാൻ, ഇൻ കേസ് ഫയലുകൾ നഷ്ടമായി പോയാൽ, ചിലപ്പം എന്തെങ്കിലും പെനട്രേഷൻ ടെസ്റ്റിങ്ങിൽ ഫയൽസ് നഷ്ടമായി പോയി കഴിഞ്ഞാൽ ഒരു ബാക്കപ്പ് പ്ലാൻ, കൃത്യമായ ബാക്കപ്പ് പ്ലാൻ എടുത്ത് വെക്കാൻ, പ്രിവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ലീഗലായിട്ട് പെർമിഷൻ എടുക്കുക. അപ്പോൾ അവർക്ക് കമ്പനിക്ക് ഒരു തരത്തിലുള്ള നഷ്ടമോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ നേരിടേണ്ടി വരികയല്ല. പക്ഷേ ബ്ലാക്ക് ഹാറ്റ് ഹാക്കിങ്ങിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നുമില്ല. അവർക്ക് തോന്നുന്ന സമയത്ത് അവർ അറ്റാക്ക് ചെയ്യും, തോന്നുന്ന അറ്റാക്കുകളിൽ. അവിടെ ഇന്ന അറ്റാക്കിന് വലുപ്പങ്ങളില്ല, ചെറുപ്പങ്ങളില്ല, ഒന്നുമില്ല. അവർക്ക് അവരുടെ ലക്ഷ്യം തീർക്കാൻ വേണ്ടി അവർ എന്ത് അറ്റാക്ക് ചെയ്യും. ഇതൊക്കെ ഓർഗനൈസേഷൻ ലെവലാണ് പറയുന്നത്. അതേസമയത്ത് നമ്മൾ എന്താ പറയുക, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് മെയിലിങ്, അതുപോലെ തന്നെ ബ്ലാക്ക് മെയിലിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലീക്ക്ഡ് വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മുടെ ചില പേഴ്സണൽ ഇൻഫർമേഷൻസ് തന്നെ ആയിക്കോട്ടെ, അതൊക്കെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക സ്കാം ചെയ്യുക, ഇതൊക്കെ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ആണ്. കാരണം നമുക്കറിയാം ചിലരുടെ വീക്ക് പോയിന്റുകളിലാണ് സ്കാം പിടിച്ചു കയറുന്നത്. ചിലരുടെ പേടി അല്ലെങ്കിൽ ചിലരുടെ പ്രത്യേക എന്തെങ്കിലും കാര്യങ്ങൾ, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ പിടിച്ചാണ് മിക്ക സ്കാമുകളും നടക്കുന്നത്. ഇപ്പോൾ കടബാധ്യതയിൽ നിൽക്കുന്ന ഒരാളാന്ന് വിചാരിക്കുക, അയാളോട് വന്നിട്ട് പറയാണ് നിങ്ങൾ ചെയ്ത ഇന്ന കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ലക്ഷത്തിൻ്റെ ഒരു ലോൺ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഈ ലോൺ കിട്ടാൻ ഇതിൻ്റെ കാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസക്ക് അത്രയും ബുദ്ധിമുട്ടി നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് അധികം ചിന്തിക്കൂല, അവർ പെട്ടു പോകും. അങ്ങനെയാണ് ഇപ്പൊ 7 ലക്ഷം രൂപയുടെ ലോൺ തരാന്ന് പറഞ്ഞിട്ട് ഉള്ള 7 ലക്ഷം രൂപ കൂടി കൊണ്ടുപോവുക ചെയ്യാം. അപ്പൊ ഇങ്ങനെ അത് അവരുടെ ഒരു വീക്ക് പോയിന്റ് ആണ്. അവർക്ക് പൈസക്ക് അത്യാവശ്യമുണ്ട്, അവരധികം ചിന്തിക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെ മനുഷ്യന്റെ ഇമോഷൻസിനെ എന്താ പറയുക എക്സ്പ്ലോയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വൾണറബിലിറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് മെയിൻ ആയിട്ട് ചെയ്യുക. അത് പേഴ്സണൽ ആൾക്കാരുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ഓർഗനൈസേഷൻ ലെവലിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, കമ്പനിക്ക് അത് ചിലപ്പോൾ പേഴ്സണൽ റിവെഞ്ച് ആകാം. ചിലപ്പോൾ നമുക്ക് ആ കമ്പനിയോട് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു പീപ്പിളിനോടുള്ള പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളാകാം. അതല്ലെങ്കിൽ തന്നെ നമുക്ക് പൈസ, മെയിനായിട്ട് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ മണി, അതുപോലെ തന്നെ റിവെഞ്ച്, പവർ, ഡിസ്ട്രാക്ഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് അവരുടെ പേർപ്പസ് എന്ന് പറയുന്നത്. പൈസയാണ് മെയിൻ ഉദ്ദേശം. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിന്റെ മെയിൻ ഉദ്ദേശം പൈസ അല്ലെങ്കിൽ റിവെഞ്ച്. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഉണ്ടാവുക. അപ്പം ഇവർക്ക് ഞാൻ പറഞ്ഞു ലീഗലായിട്ട് ഒരു കാര്യം നോക്കണ്ട. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ സൈബർ സെക്യൂരിറ്റിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, സൈബർ ക്രൈമിന് ഏജ് റെസ്ട്രിക്ഷൻ ഇല്ല. നമ്മൾ ഏത് ക്രൈം എടുത്ത് നോക്കിയാലും അവിടെ പ്രായപരിധി നോക്കും. ഇന്ന പ്രായത്തിലുള്ള ആളാണോ തെറ്റ് ചെയ്തത്. പക്ഷേ സൈബർ ക്രൈമിൽ ഒരിക്കലും പ്രായം നോക്കൂല. ഏത് പ്രായക്കാരനൊന്നും ഒരിക്കലും സൈബർ ക്രൈമിൽ നോക്കൂല. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് സൈബർ ക്രൈം. ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ റിവെഞ്ചിന്റെ പേരിലോ എന്തെങ്കിലും കാര്യത്തിൽ തോന്നുന്ന പോലെ ഒന്നും ചെയ്തു വെച്ചേക്കരുത്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വേൾഡാണ് സൈബർ വേൾഡ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിന്റെ മെയിൻ ഉദ്ദേശം എന്താ? നശിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ റെഗുലർ ഫ്ലോയിനെ ഇല്ലാണ്ടാക്കുക, അതിനെ ഡിസ്ട്രാക്ട് ചെയ്യുക. ഇതൊക്കെയാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഓക്കെ, പിന്നത്തെ ഒരു ടൈപ്പ് ഓഫ് ഇതിന് ഇവർക്ക് കുറച്ച് എക്സാമ്പിൾ, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ റാൻസംവെയർ ഗ്യാങ്, ബാങ്ക് ഫ്രോഡ് അറ്റാക്കർ, ഐഡന്റിറ്റി തീവ്സ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. അതിന്റെ പറ്റിയൊരു ഉദാഹരണം, നിങ്ങൾ ഇരുമ്പ് തിറൈ സിനിമ കണ്ടിട്ടുണ്ടോ? സോറി, ഇരുമ്പ് തിറൈ സിനിമയ്ക്ക് ആയിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം, അത് എത്തിയിട്ടില്ല. ഓക്കെ, ഇവരുടെ ഈ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് കൊണ്ടുള്ള മെയിൻ ഇമ്പാക്ട് എന്താണ്? ഫിനാൻഷ്യൽ ലോസ്, ഡാറ്റ ബ്രീച്ചസ്, റെപ്യൂട്ടേഷൻ ഡാമേജ്, നാഷണൽ സെക്യൂരിറ്റി ത്രെറ്റ്. ഇതുപോലുള്ള ചില ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് കാരണം ചിലപ്പോൾ ഒരു രാജ്യത്തിന് തന്നെ പണി കിട്ടിയെന്നിരിക്കും. അതിന്റെ ഒരു ഇൻസിഡന്റ് ഇപ്പൊ എന്താ പറയാ, പണ്ട് ചോദിച്ചോ. സ്ക്രിപ്റ്റ് കിഡീസ് ഇപ്പൊ അടുത്തത് പറഞ്ഞു തരും. തൊട്ടടുത്ത സാധനം സ്ക്രിപ്റ്റ് കിട്ടിയാവ ഗ്രേ ഹാറ്റും കൂടി കഴിഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇപ്പൊ പണ്ട് വിദേശത്ത് നടന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. വിദേശത്ത് ഒരു യുദ്ധത്തിന്റെ അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ഇസ്രായേൽ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഒരു വൈറസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ വൈറസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവര് എന്തായിരുന്നു, ന്യൂക്ലിയർ സംഭവമില്ല, ന്യൂക്ലിയർ, അതിന്റെ പേര് വന്നാൽ ന്യൂക്ലിയർ പ്ലാന്റിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വൈറസ് ആയിരുന്നു. അത് പതിയെ അവിടെ അവർ ഇഞ്ചക്ട് ചെയ്തു. അത് പതിയെ ആ ഒരു ന്യൂക്ലിയർ പ്ലാന്റിന്റെ സ്വാഭാവിക പ്രവർത്തനത്തെ ഇല്ലാണ്ടാക്കി. 1-2 വർഷം എടുത്ത് അങ്ങോട്ട് ഇല്ലാണ്ടാക്കി, അതിനെ നശിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ അവരുടെ മിഷൻ സക്സസ് ആയി. പക്ഷെ പറ്റിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറയുന്ന വൈറസ് ഓട്ടോമാറ്റിക്കലി അവിടുന്ന് ചാടിപ്പോയി. അത് ആ വൈറസിന് ഒരു പ്രത്യേകത ഉണ്ട്, അതിന് ഓട്ടോമാറ്റിക് എല്ലാ കാര്യവും ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. ഈ വൈറസ് അവിടുന്ന് ലീക്കായിപ്പോയി. ഇത് വേൾഡ് മൊത്തം സ്പ്രെഡായി ഈ വൈറസ്. അങ്ങനെയാണ് നമ്മുടെ ഈ സെക്യൂരിറ്റി, ഇന്റർനെറ്റ് സെക്യൂരിറ്റി റെവല്യൂഷന് തന്നെ കാരണം ആ ഒരൊറ്റ വൈറസ് ലീക്കായി പോയതാണ്. കാരണം അത് ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു. അപ്പൊ അതൊരു രാജ്യത്തിന്റെ എക്കോണമി സിസ്റ്റത്തെ തന്നെ ബാധിക്കുന്ന ഒരു വൈറസ് ആയിരുന്നു. അതുപോലെ അതാ പറഞ്ഞ ഈ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിന്റെ ചില പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ആ രാജ്യത്തെ തന്നെ ബാധിച്ചു എന്നിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത ഒരു സെറ്റ് ഓഫ് ഹാക്കേഴ്സ് ആണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എത്തിക്കൽ ഹാക്കേഴ്സിനും അൺഎത്തിക്കൽ ഹാക്കേഴ്സിനും നടുക്ക് നിൽക്കുന്ന ഒരു ടീംസാണ്. ഇവർ ഒരേ സമയം എത്തിക്കൽ വേസും നോക്കും, എന്നാൽ അൺഎത്തിക്കൽ വേസും നോക്കും. ഇവരാരുടെ പെർമിഷൻ മേടിക്കാനൊന്നും നിൽക്കൂല, എന്ന് വെച്ച് മറ്റൊരാളെ ഉപദ്രവിക്കാനും നിൽക്കൂല. ഇതിന് വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പെട്ടെന്ന് പറയുകയാണെങ്കിൽ നല്ലതിനു വേണ്ടി മോശം വഴി തിരഞ്ഞെടുക്കുക എന്ന് പറയാം. മനസ്സിലായോ? നല്ലതിനു വേണ്ടി മോശം വഴി തിരഞ്ഞെടുക്കുക. ഇപ്പോൾ കായംകുളം കൊച്ചുണ്ണി നോക്കുക. ഓക്കെ, കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു നല്ല മനുഷ്യനാണ്. കാരണം പാവപ്പെട്ടവന്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി നടന്നൊരു മനുഷ്യനാണ് കായംകുളം കൊച്ചുണ്ണി. പക്ഷെ അദ്ദേഹം തെരഞ്ഞെടുത്ത വഴി എന്താ? കൊള്ളയടിക്കുക, മോഷ്ടിക്കുക, മറ്റു പണക്കാരാണെങ്കിൽ പോലും ഉപദ്രവിക്കുക. ഓക്കെ, ഒരു മനുഷ്യന്റെ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ കൊള്ളയടിക്കുക, കക്കുക എന്ന് പറഞ്ഞ ഒരു മോശപ്പെട്ട പരിപാടി തന്നെയല്ലേ? അതൊരു അൺഎത്തിക്കൽ ആയിട്ടുള്ള വേ ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താ? സമൂഹത്തിൽ നടക്കുന്ന അനീതി, അതായത് പണക്കാരും പാവപ്പെട്ടവനെ ന്യായമായ വേതനം കൊടുക്കുന്നില്ല, അവരവരുടെ ഇത് പിടിച്ചു പറിക്കുന്നു, പിന്നെ തൊട്ടുകൂടായ്മ, അങ്ങനത്തെ പല അനീതി നിൽക്കുന്നുണ്ട്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് പുള്ളി ചെയ്യുന്നു. അപ്പൊ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുക, അന്നം കൊടുത്തൊരു വ്യക്തിയാണ് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയാം. പക്ഷെ അയാൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് എത്തിക്കലായിട്ടുള്ള ഒരു വേ എന്ന് പറയാൻ പറ്റില്ലല്ലോ. സെയിം രീതി തന്നെ നല്ലതിനു വേണ്ടി മോശം ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റൊരാളുടെ പെർമിഷൻ മേടിക്കാതെ തന്നെ ഇവരെല്ലാം ചെയ്യും. പക്ഷെ ഇവരാരും ഉപദ്രവിക്കാൻ നിൽക്കൂല. ഇവരാണ് നമ്മൾ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുക. അതായത് ഇപ്പം ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സിന് ചില ഉദാഹരണം, ഇപ്പോൾ ഇവരൊരു കമ്പനിയുടെ വെബ്സൈറ്റ് അവരോട് ചോദിക്കാതെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ ഇവരൊരു ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഒരു വൾണറബിലിറ്റി കണ്ടുപിടിച്ചു. അപ്പൊ ഇവനിത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇത് വേണമെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ആ കമ്പനീനെ വലിയ നഷ്ടത്തിലേക്ക് എത്തിക്കാം. പക്ഷേ ഈ പുള്ളി എന്ത് ചെയ്യാണ്? ഇത് കമ്പനിക്ക് റിപ്പോർട്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കമ്പനിക്ക് അയച്ചു കൊടുക്കണം. നിങ്ങളുടെ കമ്പനിയിൽ ഇന്നിന്റെ പ്രശ്നങ്ങളുണ്ട്, ഇത് ഫിക്സ് ചെയ്തില്ലെങ്കിൽ ഇന്നിന്റെ പ്രശ്നങ്ങൾ വരുമെന്ന് പറഞ്ഞ് കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? പുള്ളിക്ക് അപ്പൊ അതൊരു എത്തിക്കലായിട്ടുള്ള വേണം. കാരണം പുള്ളിക്ക് ആ കമ്പനി ഉപദ്രവിക്കണം എന്നൊന്നും ഇല്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, പുള്ളി പെർമിഷൻ മേടിക്കാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈവൻ ദോ പുള്ളിയുടെ ഉദ്ദേശം നല്ലതാണ്. എന്ത് പുള്ളി കണ്ടുപിടിച്ചു, പുള്ളി അത് മാന്യമായിട്ട് തന്നെ പുള്ളി കണ്ടുപിടിച്ച കാര്യം കമ്പനിക്ക് റിപ്പോർട്ട് ചെയ്തത് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും ന്യായമായി നോക്കിക്കഴിഞ്ഞാൽ കമ്പനി പുള്ളിക്ക് ഒരു ബൗണ്ടി കൊടുക്കണം, ഒരു പ്രൈസ് കൊടുക്കേണ്ടതാണ്. പക്ഷെ അതിന് കൊടുക്കണം ഒരു നിർബന്ധവും ഇല്ല. കാരണം പുള്ളി സ്വീകരിച്ച വേ എന്താണ്? പെർമിഷൻ മേടിച്ചിട്ടില്ല. അതുകൊണ്ട് വേണേൽ കമ്പനിക്ക് അയാൾക്കെതിരെ കേസ് കൊടുക്കാം. കമ്പനിയുടെ പ്രശ്നം മാറി കിട്ടുകയും ചെയ്യും, പ്രൈസ് ഒന്നും കൊടുക്കുകയും ചെയ്യേണ്ട, അവനെതിരെ കേസ് കൊടുക്കുകയും ചെയ്യാം.
പക്ഷെ എന്താ പറയുക, അങ്ങനെ ചെയ്യാറില്ല കമ്പനികൾ. എന്നാലും ഞാൻ പറഞ്ഞതാണ്, നമ്മൾ പെർമിഷൻ മേടിക്കാതെ ചെയ്യുമ്പോൾ അതിനൊരു കുഴപ്പമുണ്ട്. ഈവൻ അത് ഗ്രേ ഹാറ്റ് ഹാക്കർ ആണെങ്കിൽ പോലും. ഓക്കെ, പക്ഷെ അതേ സമയത്ത് നമ്മളിത് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് അത് പബ്ലിക് ആക്കി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവുകയും ചെയ്യട്ടെ. ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഞാനിപ്പം ഒരു ഒരു മോശപ്പെട്ട MLA പറ്റി ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുക. എനിക്കൊരു പേഴ്സണൽ ഒരു കാര്യമാണ് ഒരു മോശപ്പെട്ട MLA പറ്റി. ഞാനിത് കണ്ടുപിടിച്ചു, ഞാനത് എക്സ്പോസ് ചെയ്തു. ഓക്കെ, അപ്പൊ സൊസൈറ്റിക്ക് അത് നല്ല കാര്യമല്ലേ ഞാൻ ചെയ്യുന്നത്? കാരണം അയാളുടെ കുറെ മോശപ്പെട്ട സീക്രട്സ്, അല്ലെങ്കിൽ ഒന്നാമത് അദ്ദേഹം ഒരു മോശപ്പെട്ട MLA ആണ്, ഞാനത് കണ്ടുപിടിച്ച് സൊസൈറ്റിക്ക് എക്സ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ സൊസൈറ്റിക്ക് നല്ല കാര്യമാണ്. ഒരു MLA യഥാർത്ഥ മുഖം അഴിഞ്ഞു കിട്ടി. അപ്പൊ ഞാൻ ചെയ്ത കാര്യം നല്ലതല്ലേ? ഞാൻ തെരഞ്ഞെടുത്ത മോശമായത് കൊണ്ട് തന്നെ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അയാളുടെ ഒരു ഫോട്ടോ എടുക്കുന്നത് പോലും തെറ്റാണ്. അപ്പൊ പിന്നെ ഇയാൾ എന്ത് മോശപ്പെട്ട MLA ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാനത് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേസ് വരും, പിടിച്ചു കഴിഞ്ഞാൽ ജീവിതം പോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സിന്. ഓക്കെ, നമ്മൾ എത്ര ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ വൈറ്റ് ഹാറ്റ് ഹാക്കർ ആവണമെന്ന് പറഞ്ഞാലും നമ്മൾ ഗ്രേ ഹാറ്റ് ഹാക്കറേ ആവുകയുള്ളൂ. കാരണം അവനവന്റെ കാര്യം വരുമ്പോൾ എല്ലാവരും സെൽഫിഷ് ആകും. പ്രത്യേകിച്ച് നമ്മൾ ഹാക്കേഴ്സ്, ഒരു ഡൗട്ടും വേണ്ട. നമ്മൾ എത്ര വൈറ്റ് ഹാറ്റ് ഹാക്കർ ആണെന്ന് വിചാരിച്ചാലും നമ്മൾ ഗ്രേ ഹാറ്റ് ആയിരിക്കും. നമ്മുടെ പേഴ്സണൽ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും നീതി ന്യായം ഒന്നും നോക്കൂല. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സത്യം പറഞ്ഞ ഈ ലോകത്ത് വൈറ്റ് ഹാറ്റ് ഹാക്കർ എന്ന് പറഞ്ഞാൽ സംഭവം ഇല്ലാതെ കൂട്ടിക്കോ. ഗ്രേ ഹാറ്റും ബ്ലാക്ക് ഹാറ്റും മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തൊരു സംഭവമാണ് ഇപ്പം സംശയത്തിൽ ചോദിച്ച പോലെ സ്ക്രിപ്റ്റ് കിട്ടീസ്. സ്ക്രിപ്റ്റ് കിട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വന്ന സെയിം സംഭവമാണെന്ന് തോന്നുന്നു. ഇനി മറ്റവന്മാർക്കാണോ പറഞ്ഞു കൊടുത്തതെന്ന് അറിയത്തില്ല. സ്ക്രിപ്റ്റ് കിട്ടീസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. PDF കാണുന്നില്ലേടാ? ഓ, മാറ്റിയില്ല അല്ലേ? ത്രെഡ് എസ്കലേഷൻ ലെറ്റർ ഇതിനകത്ത് സ്ക്രിപ്റ്റ്. ഓക്കെ, ഇതല്ലേ സ്ക്രിപ്റ്റ് കിട്ടീസ്, ഫോട്ടോസ് മാറ്റി. സ്ക്രിപ്റ്റ് കിട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നിനെ പറ്റി അറിവുണ്ടാവത്തില്ല. അല്ലെങ്കിൽ ഈ ടൂൾ എങ്ങനെയാ, ഒന്ന് രണ്ട് ടൂൾസ് യൂസ് ചെയ്യാൻ അറിയായിരിക്കും. അല്ലെങ്കിൽ എന്താ പറയാ, ചിലപ്പോൾ ഒന്ന് രണ്ട് ഹാക്കിംഗ് കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ സംഭവിക്കുക, ഇങ്ങനെ ചെയ്താൽ ഇതിന്റെ ഇമ്പാക്ട് എന്താണ്, ഇതൊന്നും അറിയത്തില്ലായിരിക്കും. ഇപ്പൊ നമുക്കറിയാം, ടെലിഗ്രാമിൽ തന്നെ കുറെ ടെലിഗ്രാം ബോട്ടുകൾ കിട്ടും മിക്ക കാര്യങ്ങൾക്കും വേണ്ടി. അപ്പോൾ ഫിഷിങ്ങിനാണെങ്കിൽ പോലും ചില ടെലിഗ്രാം ബോട്ടുകൾ അവൈലബിൾ ആണ്. സോ നമുക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം സ്ക്രിപ്റ്റ് കിട്ടീസ് ആയിട്ട്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒന്ന് രണ്ട് ഇപ്പോൾ Nmap യൂസ് ചെയ്യാൻ അറിയാം. അല്ലെങ്കിൽ എന്താ പറയുക, ഗിറ്റ് ഹബിൽ നിന്ന് ഒന്ന് രണ്ട് ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഒരാളുടെ ഫോൺ ഹൈജാക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിക്കും. ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഫോൺ ഹൈജാക്ക് ചെയ്യാനുള്ള കോഡൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുന്ന ആളാണ് സ്ക്രിപ്റ്റ് കിട്ടീസ് എന്ന് പറയാം. അതൊരു ഫണ്ണ്, അല്ലെങ്കിൽ ഹാക്കിങ്, ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ ചുമ്മാ നാട്ടുകാരുടെ മുമ്പിൽ ഷോ കാണിക്കാൻ. ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റ് കിട്ടീസ് എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ, ഷോ കാണിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് കിട്ടീസ് ഒരിക്കലും ഞാൻ ഒളിപ്പിച്ച് വെക്കുകയല്ല. അവർ 4 പേരെ അറിയിച്ചുകൊണ്ട് നടക്കും ഞാൻ ഹാക്കർ ആണെന്ന്. അതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് ഇവർ ഈ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് ഷോ കാണിക്കുന്നത്. പണ്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് ഇതേപോലെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ഒരുത്തൻ ഹാക്കർ ആണെന്നൊക്കെ പറഞ്ഞ് വന്ന് എന്നെ ഇട്ട് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാനത് ആ സമയത്ത് ഞാൻ പേടിച്ചു പോയി. കാരണം എനിക്ക് ആ പ്രായമുള്ളൂ. കാരണം എത്ര 4-5 കൊല്ലം ഒന്നുമില്ല, പറയുന്നില്ല, ഇത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാര്യം അത് കൂട്ടിയാൽ മതി. അപ്പൊ ആ ഒരു അത്രയും വർഷങ്ങൾക്ക് മുമ്പ്, അപ്പൊ ആ സമയത്തൊക്കെ ആവുമ്പോൾ ഇത് നമ്മൾ പേടിച്ചു പോകും. കാരണം നമുക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ലല്ലോ. പക്ഷേ എനിക്ക് എൻ്റെ ചേട്ടന്റെ പരിചയത്തിൽ ആ സമയത്ത് ഒരു ഹാക്കർ ഉണ്ടായിരുന്നു. നമ്മൾ ആ ഇത് വെച്ച് പുള്ളിനെ കണ്ടുപിടിച്ച് നല്ല പണി പുള്ളിക്ക് തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വിചാരിച്ചത് തന്നെ പുള്ളിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പുള്ളി പക്ക സ്ക്രിപ്റ്റിയാണ്. ഈ വാട്സപ്പിലെ ബോട്ടോ അങ്ങനെ എന്താണ്ട് ഉപയോഗിച്ചിട്ട് എന്നെ പേടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പുള്ളിയുടെ പേര്, ആധാർ കാർഡ്, അഡ്രസ്സ്, മുഴുവൻ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചിട്ട് പുള്ളിക്ക് തന്നെ അയച്ചു കൊടുത്തു. അപ്പൊ പുള്ളി എന്നോട് ഇങ്ങനെ ഒരു മാസ് ഡയലോഗ് അടിച്ച് വന്നതായിരുന്നു. പക്ഷെ പുള്ളിയുടെ നമ്മൾ ആസാക്കി വിട്ട്. അപ്പൊ അതാണ് സ്ക്രിപ്റ്റ് കിട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. 4 പേരുടെ മുമ്പ് ഷോ കാണിക്കാൻ വേണ്ടി ഹാക്കിങ് പിടിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെ, ഈവൻ ദോ അതൊരു ഷോ ഓഫ് ആണ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കിട്ടി ആണെങ്കിൽ പോലും സൈബർ ക്രൈം എപ്പോഴും സൈബർ ക്രൈം ആണ്. അതിൽ സ്ക്രിപ്റ്റ് കിട്ടി ആണെന്നൊന്നും ആരും നോക്കുമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ചിലർ കണ്ടിട്ടില്ല, ഈ സിനിമ കണ്ടിട്ടൊക്കെ പെട്ടെന്നൊരു ആവേശത്തില് ഹാക്കിങ്ങിലോട്ടൊക്കെ കയറുന്നത്. അതൊക്കെയാണ് ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് കിട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സ്ക്രിപ്റ്റ് കിട്ടീസ് എന്താ മനസ്സിലായില്ലേ? ഇവിടെ മെയിൻ ഉദ്ദേശം എന്താണ്? ഒന്നെങ്കിൽ ഒരു രസം, അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ ഷോ കാണിക്കുക. ഇതാണ് സ്ക്രിപ്റ്റ് കിട്ടീസിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അടുത്തൊരു സെറ്റ് ഓഫ് ടീമാണ് ഹാക്ടിവിസ്റ്റുകൾ എന്ന് പറയാം. ഓക്കെ, ഹാക്ടിവിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ ഉദ്ദേശം, ഇവര് നല്ല ഉദ്ദേശം തന്നെയാണ് ഇവരുടെ. പക്ഷെ ഇവരും യൂസ് ചെയ്യുന്നത് മിക്കപ്പോഴും ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു വേ തന്നെയാണ്.
ഓക്കെ, ആക്ടിവിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ ഇഷ്യൂവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന, ഇവർക്ക് പ്രോഫിറ്റ് ഒന്നും അല്ല ഇവർ നോക്കുന്നത്. അല്ലെങ്കിൽ വേറെ ഏത് ടൈപ്പ് ഓഫ് ഹാക്കേഴ്സ്, ഇപ്പം സ്ക്രിപ്റ്റ് കിഡീസ് ആണെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താ, സ്വന്തം പേര് 4 പേരെ അറിയിക്കുക, അല്ലെങ്കിൽ 4 പേര് തങ്ങളെ ബഹുമാനിക്കുക, ആ ഒരു സംഭവത്തിന് വേണ്ടി, അല്ലെങ്കിൽ 4 പേര് തങ്ങളെ പേടിക്കുക. അപ്പോൾ ഒരു സെൽഫ് പ്രൊമോഷനാണ് സ്ക്രിപ്റ്റ് കിഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വൈറ്റ് ഹാറ്റ് ഹാക്കർ ആണെങ്കിൽ എന്താ, പണിയെടുത്ത് കാശ് കിട്ടുന്നു, അവർക്ക് റിട്ടേൺ ഉണ്ടല്ലോ, ഒരു സാലറി ഉണ്ട്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ ആണെങ്കിൽ എന്താ, ഒന്നെങ്കിൽ അവരുടെ ഈ സെയ് പറഞ്ഞ പോലെ അവരുടെ പേടിപ്പിക്കുക, അവർക്ക് കിട്ടുന്ന ഒരു അഡ്രനാലിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ആവേശത്തിന് വേണ്ടി ഹാക്ക് ചെയ്യുക, അല്ലെങ്കിൽ പൈസ. അങ്ങനെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ റിട്ടേൺ ഉണ്ടാവും. പക്ഷെ ആക്ടിവിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവർ റിട്ടേൺ വേണ്ടി അല്ല ചെയ്യുന്നത്, അവർ കംപ്ലീറ്റ് ഒരു സോഷ്യൽ സർവീസ് പോലെയാണ് അവർ പ്രവർത്തിക്കുക. ഇപ്പം എന്തെങ്കിലും ഒരു സോഷ്യൽ, ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നീതീകരിക്കപ്പെടാത്ത ഒരു അനീതി നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, ഞങ്ങൾക്ക് അതിനുവേണ്ടി പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമരം കണ്ടിട്ടില്ലേ, സമരം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? പക്ഷെ അവർ ഓരോ സമരത്തിൽ അവർ മുന്നോട്ട് വെക്കുന്ന എന്തെങ്കിലും ഒരു സോഷ്യൽ പരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി ആയിരിക്കൂലേ. സെയിം സംഭവം തന്നെ ഒരു സോഷ്യൽ പ്രശ്നങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പ്രശ്നം, അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയോളജിക്കൽ ഒരു ഐഡിയ, സമൂഹത്തിലൊരു മാറ്റം വേണം എന്ന് പറഞ്ഞ് ഒരു ഹാക്കിംഗ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ആൾക്കാരാണ് ആക്ടിവിസ്റ്റുകൾ എന്ന് പറയാം. നിങ്ങൾ ഒരു 2015 കാലഘട്ടം, 15-16 കാലഘട്ടത്തിൽ കേരള സൈബർ വാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീമിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേരള സൈബർ വാരിയേഴ്സ് നിങ്ങൾ ചിലപ്പോൾ തീരെ ചെറുതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഒരു 2015 കാലഘട്ടത്തിൽ ഞാൻ അവരുടെ ഫോട്ടോ ഉണ്ടോ നോക്കട്ടെ. കേരള സൈബർ വാരിയേഴ്സിന്റെ ഫോട്ടോ, അതെ, ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ടോ, ഉള്ളതാണോ എന്ന് അറിയത്തില്ല കേട്ടോ. ഓക്കെ, ഇതായിരുന്നു കേരള സൈബർ വാരിയേഴ്സിന്റെ ലോഗോ എന്ന് പറയുന്നത്. ഈ കേരള സൈബർ വാരിയേഴ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രത്യേകിച്ച് റിട്ടേൺ ഒന്നുമില്ല. നിങ്ങൾ പണ്ട് നിങ്ങൾക്ക് അറിയത്തില്ല, ഒരു റേപ്പ് കേസ് നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. പേരൊന്നും ചോദിക്കരുത് കേട്ടോ, 2015 കാലഘട്ടത്തിലെ സംഭവം. അപ്പം അങ്ങനെ ഒരു റേപ്പ് കേസ് നടന്നു കഴിഞ്ഞപ്പം ഇത് നടക്കുന്നത് 2017 എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കേസ് നടന്നു കഴിഞ്ഞപ്പം അതിന് ജസ്റ്റിസ് കണ്ടില്ല. അതായത് നമ്മുടെ നീതി വ്യവസായം അതിന് പ്രത്യേകിച്ച് കേസ് എടുത്തിട്ട് പോലും ഒരു കുറ്റവാളികളെ പിടിക്കുക അല്ലെങ്കിൽ ശിക്ഷിക്കുക ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞപ്പം കേരള സൈബർ വാരിയേഴ്സ് ഒരു വാർത്ത അങ്ങ് ഇറക്കി വിട്ടു, നാളെ മുതൽ ആർക്കും വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റൂല, ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും, ഈ കേസിൽ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ പിന്മാറൂല എന്നൊക്കെ പറഞ്ഞിട്ട് കേരള സൈബർ വാരിയേഴ്സിന്റെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താ, അവിടെ നീതി നടപ്പാക്കണം. ഒരു റേപ്പ് കേസിൽ പെട്ട ഒരു പെൺകുട്ടിക്ക് നീതി നടപ്പാക്കി കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. കാരണം നമ്മുടെ സമൂഹം അത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ നിയമം അത് ചെയ്യാത്തപ്പം ഇത് സമൂഹത്തിന് വേണ്ട ഒരു ആവശ്യമാണെന്നുള്ള രീതിയിൽ അവരൊരു പ്രഖ്യാപനം നടത്തി. അത് എത്രമാത്രം വിജയിച്ചു എന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ അങ്ങനെ ഒരു അവരുടെ ഉദ്ദേശമാണ് പറയുന്നത്. അപ്പം ഈ കേരള സൈബർ വാരിയേഴ്സ് എങ്ങനെ വെച്ചാൽ ചിലപ്പോൾ ഗവൺമെന്റ് വെബ്സൈറ്റുകൾ അങ്ങോട്ട് ഹാക്ക് ചെയ്യും. ഗവൺമെന്റ് വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്തിട്ട് പറയും ഹാക്ക്ഡ് ബൈ കേരള സൈബർ വാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ അങ്ങ് ഇറക്കി വിടും. അങ്ങനെ നമ്മുടെ ഗവൺമെന്റിനെ ബുദ്ധിമുട്ടിക്കാം. കാരണം ഗവൺമെന്റിന് അല്ലെങ്കിൽ നമ്മളെപ്പോലെ ആൾക്കാരെ ഒന്നും ഒരു കുറച്ച് നേരത്തെങ്കിലും ബുദ്ധിമുട്ടിച്ചാലേ എന്താ പറയാ നമ്മൾ ഇതിനെപ്പറ്റി അവെയർ ആവുള്ളൂ, നമ്മൾ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുകയുള്ളൂ. ഈ എന്താ പറയാ മറ്റേ കത്തി സിനിമയ്ക്കകത്ത് വിജയ് ചെയ്യുന്ന പോലെ തന്നെ വെള്ളം കൂടി മുട്ടിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വാർത്തകളായി, അതുപോലെ തന്നെ പൊളിറ്റിക്സ് ആൾക്കാരെ സാധാരണക്കാർ പോലും അവരുടെ വാർത്തകൾ കേൾക്കാൻ റെഡി ആയ പോലെ തന്നെ കുറച്ച് നേരത്തേക്കാണെങ്കിൽ പോലും നമ്മുടെ ഒക്കെ സ്വാഭാവിക പ്രവർത്തനങ്ങൾ തടസ്സമാക്കിയാൽ അവർ പറയുന്നത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് കേൾക്കാൻ നിൽക്കും. ഇതാണ് ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുക. ഇങ്ങനത്തെ എന്തെങ്കിലും സൊസൈറ്റിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, അവരുടെ ഒരു പ്രൊട്ടസ്റ്റുകൾ നടത്തുക, ഇതാണ് ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ടീംസ്. ഓക്കെ, അപ്പോൾ പക്ഷേ ഈവൻ ദോ എനിക്ക് സെയിം കാര്യമാണ് പറയാനുള്ളത്. അവരുടെ ഉദ്ദേശം നല്ലതാണെങ്കിലും അവരെടുത്തിരിക്കുന്ന വേ തെറ്റായതുകൊണ്ട് എന്ത് പറ്റും, കേസ് പിടിച്ചാൽ കേസാണ്. കാരണം അവരുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ പോലും ചെയ്തിരിക്കുന്നത് പെർമിഷൻ ഇല്ലാണ്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇവരുടെ പർപ്പസ് എന്ന് പറയാൻ പറഞ്ഞില്ല, പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റ്, സോഷ്യൽ ജസ്റ്റിസ്, ഐഡിയോളജിക്കൽ ബിലീഫ്സ്, പിന്നെ ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ DDoS അറ്റാക്കുകൾ, ഡാറ്റ ലീക്കുകൾ, പിന്നെ പബ്ലിക് എക്സ്പോസ് ഓഫ് ഓർഗനൈസേഷൻസ്, വെബ്സൈറ്റ് ഡീഫേസ്മെന്റ്. അതായത് ഞാൻ പറഞ്ഞ വെബ്സൈറ്റുകൾ ചിലപ്പോൾ പ്രവർത്തനരഹിതമാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റാസ് ലീക്ക് ചെയ്യുക. അതായത് ഇപ്പം ഡാറ്റ ലീക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ കേരള PSCയിൽ പിൻവാതിൽ നിയമനം കേട്ടിട്ടില്ലേ? അതുപോലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. ഇപ്പം എപ്സ്റ്റൈൻ ഫയൽസ് എല്ലാം നമുക്ക് ലീക്ക് ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുക, കുറച്ചേ ലീക്ക് ചെയ്ത് വന്നിട്ടുള്ളൂ.
അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ആക്ടിവിസ്റ്റുകൾ പറയാണ് ഇത് എല്ലാവരും അറിയണമെന്ന് പറഞ്ഞ് അങ്ങ് കയറി അത് CIA അല്ലേ കൈകാര്യം ചെയ്തത്. അപ്പോൾ CIAയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ട് ഈ സാധനം മുഴുവൻ ലീക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അതിനകത്തുള്ള ഇപ്പം നമുക്കറിയാം ഈവൻ ദോ നമ്മൾ ഒരു മിത്താണ്, നമുക്കറിയാലോ ഇതിനകത്ത് ട്രംപ് ഉണ്ട്, മോദി ഉണ്ട്, ലോകത്തിലെ പല പല പൊളിറ്റീഷ്യൻസ് പണക്കാരും ഉണ്ടെന്ന് കേട്ടതല്ലാതെ അവർക്കെതിരെ ഒരു സ്ട്രോങ് എവിഡൻസ് ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഒരു പേഴ്സണൽ ഒരു ആക്ടിവിസ്റ്റ് ടീം പറയാണ് ഇല്ല ഇതുപോലെയുള്ള അനീതികളും കണ്ടേക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എപ്സ്റ്റൈൻ ഫയൽസ് മുഴുവൻ ഹാക്ക് ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് നമ്മുടെ പല പല നേതാക്കന്മാരും പല പല പണക്കാരും പെട്ടുപോയേനെ. ഓക്കെ, അതുപോലെയുള്ള ഡാറ്റ ലീക്കുകൾ ചെയ്യുക, DDoS അറ്റാക്കുകൾ ചെയ്യുക, പബ്ലിക് എക്സ്പോസ് ഓഫ് ഓർഗനൈസേഷൻ. ഇപ്പോൾ ഒരു മോശപ്പെട്ട ഓർഗനൈസേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, എനിക്ക് പ്രതീക്ഷയുണ്ട്, എനിക്ക് ഉറപ്പൊന്നുമില്ല, ഞാൻ ചുമ്മാ ഒന്ന് പറയാം. പേട്രിയോട്ട് ഇല്ലേ, പേട്രിയോട്ട് സിനിമ വരാൻ പോകുന്നത്, പേട്രിയോട്ട് സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. അതായത് ഫഹദ് ഫാസിലിന്റെ ഓർഗനൈസേഷൻ ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുവരുന്നു. ആ സോഫ്റ്റ്വെയറിനകത്ത് അവരൊരു ക്യാമറ ഓൺ ആക്കുന്ന ടൈപ്പ് പരിപാടി അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഡാറ്റാസ് അവരറിയാതെ കളക്ട് ചെയ്യുന്ന ഒരു പരിപാടി അതിനകത്ത് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിച്ചിരിക്കുന്ന മമ്മൂട്ടിയുടെ ടീം ഒരു പ്രൊട്ടസ്റ്റന്റ് ആയിട്ട് ഇറങ്ങി വരികയാണ്. ഇത് ആ കമ്പനിയുടെ ഒരു കാര്യം എക്സ്പോസ് ചെയ്യാണ്. അങ്ങനെയാണ് മമ്മൂട്ടിക്ക് പ്രശ്നങ്ങൾ വരിക, പിന്നെ മമ്മൂട്ടി രക്ഷിക്കാൻ മോഹൻലാൽ വരിക. മിക്കവാറും ഇതായിരിക്കും കേട്ടോ സ്റ്റോറി, ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ഇങ്ങനെ അതൊരു ഓർഗനൈസേഷനെതിരെയുള്ള ഒരു വൺ മാൻ റെവല്യൂഷൻ ആണ്. ആ പുള്ളിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ടീം വരുന്നു. ഇവർക്ക് റിട്ടേൺ ഒന്നുമില്ല, ഇവർക്ക് ചിലപ്പോൾ മോശമായിരിക്കും റിട്ടേൺ അടിക്കുക. അപ്പൊ അങ്ങനെ ഒരു ഓർഗനൈസേഷന്റെ മോശപ്പെട്ട ഓർഗനൈസേഷന്റെ മുഖം പുറത്തേക്ക് സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെയുള്ളവരാണ് ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുക. ഇവർക്ക് റിട്ടേൺ ഒന്നുമില്ല. ഇവർക്ക് റിട്ടേൺ വരുന്നുണ്ടെങ്കിൽ എന്താണ് തിരിച്ച് നല്ല പണിയേ വരാൻ ചാൻസ് ഉള്ളൂ, അല്ലാതെ നല്ലതൊന്നും വരാൻ ഒരു ചാൻസും ഇല്ല. ഓക്കെ, പിന്നെ ഓക്കെ അടുത്ത ഒരു അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്, ഈവൻ ഇഫ് കോസ് സീംസ് ഗുഡ്, ഇത് കാണാൻ നല്ലതായിട്ടുണ്ടെങ്കിൽ പോലും ഇല്ലീഗൽ ഹാക്കിംഗ് എന്നും ക്രൈമാണ്. ഓക്കെ, അടുത്ത ഒരു സെറ്റ് ഓഫ് ഹാക്കറാണ് ഇൻസൈഡർ ത്രെട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഹാക്കർ. അതിനെ ഹാക്കർ എന്ന് വിളിക്കാൻ പറ്റൂല. അതായത് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയിക്കുള്ള അയാളുടെ എന്താ പറയാ, വാക്കും കിട്ടുന്നില്ല, ചില മലയാളം വാക്കൊന്നും കിട്ടുന്നില്ലല്ലോ, ഒരാൾക്കുള്ള സാധനത്തിന് എന്താ പറയുന്നത്, അവൈലബിലിറ്റി അല്ലല്ലോ, പെർമിഷൻസ്. ഓക്കെ, പെർമിഷൻസ്. ഒരാൾക്ക് ഒരു കമ്പനിയിലുള്ള പെർമിഷൻസ് അയാൾ മിസ്യൂസ് ചെയ്യുക. ഞാനിത് നിങ്ങളോടാണോ അവന്മാരോടാണോ പറഞ്ഞതെന്ന് അറിയത്തില്ല. ഇപ്പൊ എനിക്ക് ഒരു സെർവർ റൂമിൽ, നമുക്കറിയാം ഒരു കമ്പനിയുടെ സെർവർ റൂമിലേക്ക് എല്ലാവർക്കും പെർമിഷൻ ഉണ്ടാവൂല. ഓക്കെ, അപ്പം എനിക്ക് ആ കമ്പനിയിലേക്ക് പെർമിഷൻ ഉണ്ടെന്ന് വിചാരിക്കുക സെർവർ റൂമിൽ. അപ്പം എൻ്റെ ഓപ്പോസിറ്റ് ഉള്ള കമ്പനി ബൈപ്പാസിങ് ഇത് ഇൻസൈഡർ ത്രെട്ട് അല്ലേ? ഓക്കെ, ഇത് തന്നെ. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ കമ്പനിയുടെ സെർവർ റൂമിലേക്ക് കയറാൻ അനുവാദം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം എൻ്റെ ഓപ്പോസിറ്റ്, നമ്മൾക്ക് എപ്പോഴും കമ്പനിക്ക് ഒരു ഓപ്പോസിറ്റ് ഒരു കോമ്പറ്റീഷൻ കമ്പനി ഉണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കമ്പനി പറയാണ് നിങ്ങളുടെ സെർവറിലേക്ക് നമ്മൾ തരുന്ന ഒരു മാൽവെയർ ഇൻജെക്ട് ചെയ്ത് തരുവാണെങ്കിൽ ഇത്ര കോടി രൂപ തരാന്ന് പറഞ്ഞ് നമ്മളെ വശപ്പെടുത്താന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ എനിക്ക് ഈ കമ്പനി ജോലി ചെയ്താൽ തന്നെ ഇത്രയും പൈസ കിട്ടാൻ വർഷങ്ങളോളം എടുക്കും, എനിക്കൊരു കാര്യം ചെയ്തേക്കാം, അവരുടെ പൈസ മേടിച്ചിട്ട് ഈ മാൽവെയർ കുത്തിക്കട്ടെ, ആരും അറിയാൻ പോകുന്നില്ലല്ലോ ആരാ എത്ര പേര് സെർവർ റൂമിൽ കയറുക, അപ്പൊ ഞാൻ കയറി ഇവരെങ്ങനെ അറിയുന്നതെന്നൊരു ചിന്ത കാരണം അങ്ങനെ ചിന്തിച്ചിട്ട് ഇവര് എന്ത് ചെയ്യാണ്, കമ്പനിയെ കൊണ്ടേ കുത്തിവെക്കുക. അപ്പൊ ഇവര് കമ്പനിയോട് ചെയ്യുന്ന ദ്രോഹമാണ്. അവർക്ക് ആ കമ്പനിയുടെ സെർവർ റൂമിൽ കയറാൻ പെർമിഷൻ ഉണ്ട്, അത് അവരെ വിശ്വസിച്ച് കൊടുത്തിരിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അതിനെ അയാൾ മിസ്യൂസ് ചെയ്യാണ് അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഒരു ഓർഗനൈസേഷനെ തന്നെ, അല്ലെങ്കിൽ അയാൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനെ തന്നെ ചതിക്കുക. ഓക്കെ, അത് അവർക്ക് കൊടുത്തിരിക്കുന്ന പെർമിഷനെ മിസ്യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ ബൈപ്പാസിങ് ദ പെരിമീറ്റർ എന്ന് പറയും. അതായത് ഈ മിക്ക അറ്റാക്കുകൾ നടക്കുന്നത്, ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെളിയിക്കപ്പെടുന്നില്ലെങ്കിൽ പോലും മിക്ക ഓർഗനൈസേഷനിലും അറ്റാക്കുകൾ നടക്കുന്നത് ഇൻസൈഡർ ത്രെറ്റ് മൂലമാണ്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ചിലപ്പോൾ നമ്മുടെ സെർവർ റൂമിൽ കയറണമെന്നൊന്നുമില്ല, നമ്മുടെ സ്വന്തം സിസ്റ്റത്തിൽ, നമുക്ക് ഓഫീസിൽ തന്നിരിക്കുന്ന സിസ്റ്റത്തിൽ പോലും നമ്മൾ ഒരു വൈറസ് കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സിസ്റ്റത്തിൽ നിന്ന് അടുത്ത സിസ്റ്റത്തിലേക്ക് പോകും, അടുത്ത സിസ്റ്റത്തിൽ നിന്ന് അടുത്ത സിസ്റ്റത്തിലേക്ക് ട്രാവൽ ചെയ്ത് വേണേലും നമുക്ക് സെർവർ റൂമിൽ എത്തിക്കാൻ പറ്റിയ സാധനത്തെ. അങ്ങനെ നടന്ന ഒരു കേസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ഇനിയിപ്പോ ഇൻസൈഡർ ത്രെറ്റ് എന്ന് പറഞ്ഞാൽ മാൽവെയർ കുത്തിക്കയറ്റണം എന്ന് തന്നെ ഒന്നുമില്ല. എന്താ പറയാ, നമ്മുടെ ഡാറ്റാസ് ലീക്ക് ചെയ്ത് കൊടുക്കുക മറ്റൊരു കമ്പനിക്ക് വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇപ്പൊ കമ്പനി ഭയങ്കര സക്സസ് ആണ് വിചാരിക്കുക, നമ്മുടെ കമ്പനി എന്തോ സീക്രട്ട് ആയിട്ടൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സക്സസ് ആയി പോകുന്നത്. അപ്പൊ അവര് നമുക്ക് പൈസ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കമ്പനിയിൽ എന്താണ് ഇങ്ങനെ ഡാറ്റാസ്, നിങ്ങൾ അവിടെ കൂടുന്ന കോൺഫിഡൻഷ്യൽ മീറ്റിംഗ്സിന്റെ ഡീറ്റെയിൽസ്, അവിടെയുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇത് ഹാക്കിംഗ് ഒന്നും അല്ലല്ലോ, ജസ്റ്റ് ഡാറ്റ ലീക്ക് ചെയ്യലാണ്. പക്ഷെ ഇതൊരു ഇൻസൈഡർ ത്രെറ്റ് ആണ്. സ്വന്തം കമ്പനിയിലുള്ള ഒരാൾ ആ കമ്പനി തന്നെ ചതിക്കാന്ന് പറയുന്നത് കമ്പനിക്ക് പെട്ടെന്ന് നമുക്ക് അറിയാനും പറ്റൂല ഇൻസൈഡർ ത്രെറ്റ്. ഇതൊക്കെ മോണിറ്റർ ചെയ്യാൻ ആൾക്കാരുണ്ടാവും കേട്ടോ. ഇൻസൈഡർ ത്രെറ്റ് മോണിറ്റർ ചെയ്യാനൊക്കെ ഒരു കമ്പനിയിൽ ആൾക്കാരുണ്ടാവും. എങ്കിൽ പോലും അതും നമുക്കും അറിയാലോ അവിടെ അങ്ങനെ ഒരാളുണ്ടെന്ന്. അതുകൊണ്ടൊക്കെ ചിലപ്പോൾ മിക്കതും ബൈപ്പാസ് ചെയ്യപ്പെടും, ചിലത് കൂടുതലും പിടിക്കപ്പെടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻസൈഡർ ത്രെറ്റ്. കാരണം വെളിയിൽ നിന്ന് ഒരാൾ ആക്രമിക്കണമെങ്കിൽ അയാൾക്ക് ആ കമ്പനിയെ പറ്റി പഠിക്കണം, കമ്പനിയുടെ ഉള്ളിൽ എന്താ നടക്കുന്നത്, അങ്ങനെ കുറേ കോർ കാര്യങ്ങൾ കഴിഞ്ഞാലേ ഹാക്കിംഗ് നടക്കുകയുള്ളൂ. പക്ഷെ ഒരു ഇൻസൈഡറിനെ സംബന്ധിച്ചിടത്തോളം എന്താ, അയാൾക്ക് അറിയാം കമ്പനിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇൻസൈഡർ ത്രെറ്റ് പെട്ടെന്ന് നടക്കുന്ന ഒരു അറ്റാക്കാണ്. അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും സെലക്ട് ചെയ്യുന്നൊരു അറ്റാക്ക് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻസൈഡർ ത്രെറ്റ് തന്നെയാണ്. ഓക്കെ, അടുത്ത ഒരു സെറ്റ് ഓഫ് ഹാക്കിംഗ് ആണ് ഓർഗനൈസ്ഡ് സൈബർ ക്രൈം. ഓക്കെ, അതിന് മുമ്പ് ഒരു സാധനം ഉണ്ട് കേട്ടോ, PDF ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, നേഷൻ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആൻഡ് അപെക്സ് പ്രെഡേറ്റേഴ്സ് എന്നൊരു സംഭവം ഉണ്ട്. അല്ല യെസ്, നമ്മളെ ഫൗണ്ടർ ഇപ്പോ ജസ്റ്റ് ഒന്ന് ഇവരായിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ്. ഓക്കെ എടാ, അങ്ങനെയാണെങ്കിൽ ഒരു 8 മണി ഒരു 5 മിനിറ്റ് കാര്യമുള്ളൂ. എന്നാലേ ഒരു ജസ്റ്റ് ഒരു 10 മിനിറ്റ് തയ്ച്ച് വേണ്ട, കാരണം ഈ ചാപ്റ്റർ തീരാനേ അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് വന്നാൽ മതിയോ? ഇതിപ്പോ 2 കാര്യം കൂടി പറഞ്ഞ ഈ ചാപ്റ്റർ തീർന്നു. എന്നിട്ട് അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പായിരിക്കും ബ്രേക്ക് കൊടുക്കുക. ബ്രേക്കിന് മുമ്പായിട്ട് കാൽവിനോട് വരാൻ പറയാവോ? ജസ്റ്റ് 5 മിനിറ്റ് കൂടി ദയവ് പറഞ്ഞ് തീരുന്നു. കാൽവിൻ ജസ്റ്റ് ഇപ്പൊ ഫ്രീ ആണ്, ഇപ്പൊ വരാന്ന് പറഞ്ഞു. എന്നാ കാൽവിൻ വന്ന സ്ഥിതിക്ക് കുഴപ്പമില്ല. ഓക്കെ കാൽവിൻ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫൻസ് ഹാക്കേഴ്സ് അക്കാഡമിയുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ നേഷൻ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യങ്ങള്, എടാ ഒരു മിനിറ്റ്, എന്താണ് കേറാൻ പറ്റൂല? എന്ത് താക്കോല് എന്നിട്ട് വേഗം പോ പറഞ്ഞു. സോറി കേട്ടോ, സോറി. ഓക്കെ, അപ്പം നാഷണൽ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് അവർക്ക് വേണ്ടി ഉള്ള എന്താ പറയാ, നമ്മുടെ രാജ്യങ്ങൾക്ക് വേണ്ടി സൈബർ സെക്യൂരിറ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആൾക്കാരുണ്ടോ? ഇപ്പൊ മിലിറ്ററി, നമ്മുടെ സൈബർ സെല്ല് അല്ലെങ്കിൽ മിലിറ്ററിയിൽ സൈബർ സെൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മിലിറ്ററിയിൽ സൈബർ സെൽ എന്താ ചെയ്യുന്നത്? മറ്റൊരു രാജ്യത്തിന്റെ കാര്യങ്ങൾ നോക്കി അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, യുദ്ധപരമായിട്ടുള്ള കാര്യങ്ങൾ ലീക്ക് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ഇടയ്ക്ക് ഏറ്റവും ട്രെൻഡ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ കേട്ടായിരുന്നല്ലോ, മറ്റേ ഇവരുടെ എന്താ ഇസ്രായേലിന്റെ, അവരുടെ പേര് ഞാൻ മറന്നുപോയല്ലോ. ഇസ്രായേലിൽ ഒരു സൈബർ ഇതേപോലത്തെ ഒരു ഏജൻസി ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ പേര് അറിയാവോ? നിങ്ങൾ കേട്ടായിരുന്നു ഇതിന്റെ പേര്? സോറി കേട്ടോ, ഞാനിങ്ങനെ പടയെന്ന് ചില കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്കൊരു ഷോർട്ട് ടൈം മെമ്മറി ലോസ് ഉണ്ട് കേട്ടോ, ഞാൻ പെട്ടെന്ന് ആ സാധനം മറന്നുപോകും. ഓക്കെ, അപ്പൊ ആ ഇസ്രായേലിന് ഒരു ഏജൻസി ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇസ്രായേലിൽ ഒരു സ്പെസിഫൈഡ് ഏജൻസി ഉണ്ട് സൈബർ സെല്ലിൽ. അവർക്കൊരു ഹാക്കിംഗ് ടീമുണ്ട്. ഇവര് കിടിലനാണ്. ഞാൻ എൻ്റെ ഒരു കേട്ടിട്ടിരിക്കുന്ന അറിവിൽ വെച്ച് ഈ ലോകത്തെ നമ്പർ 1 ഹാക്കേഴ്സ് എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരാണ്. ഇസ്രായേൽ ഏജൻസിയുടെ ഹാക്കേഴ്സ് ഭയങ്കര കിടിലനാണ്. ഇപ്പൊ നമ്മുടെ ഈ നടക്കുന്ന യുദ്ധമില്ലേ, ഈ യുദ്ധത്തിൽ പോലും നടന്ന ഭയങ്കര സിനിമ വെല്ലുന്ന സീൻസ് ഒക്കെയാണ് നടന്നത്. എന്താ പറയാ, ഇവര് ഈ ഇറാന്റെ CCTVകൾ ഹാക്ക് ചെയ്തു, അവരുടെ സിസ്റ്റംസ് ഹാക്ക് ചെയ്ത് ഇവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു വർഷങ്ങളായിട്ട്. അപ്പൊ ഇവര് വർഷങ്ങളായിട്ട് ഇവരെ ഹാക്ക് ചെയ്ത് ഇവരുടെ മൂവ്മെന്റ്സ് എല്ലാം ഇസ്രായേൽക്കാർ അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ അവരുടെ ആ ഒരു മീറ്റിംഗ്, ഒരു ബോംബിട്ട് ഇസ്രായേൽക്കാരുടെ നേതാക്കന്മാരെ കൊന്നില്ലേ, ആ മീറ്റിംഗിൽ എങ്ങനെയാ സംഭവിച്ചത്? ഇവർക്ക് അറിയാമായിരുന്നു ഇങ്ങനെ മീറ്റിംഗ് കൃത്യമായ സ്ഥലം, കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞത് എങ്ങനെയാ? അവരെ ഹാക്ക് ചെയ്തിട്ടാണ്. ഇവർ വർഷങ്ങളായിട്ട് അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെയാണ് കറക്റ്റ് ആ സ്ഥലത്തോടെ ബോംബ് ഇടാൻ ഇവരെ കൊണ്ട് സാധിച്ചത്. അപ്പം പിന്നെ ഇസ്രായേൽക്കാരുടെ അടുത്ത് മൊസാദ് അത് അവരുടെ ഒരു സീക്രട്ട് ഏജൻസിയാണ്. മറ്റേ ഇതാണ് എന്താ, സ്പൈനെ വിളിക്കുന്ന പേരാ. മൊസാദ് അല്ല, അവർക്കൊരു ഹാക്കിംഗ് ഏജൻസി ഉണ്ടോ വേറെ. മൊസാദ് അവരുടെ സ്പൈനെ നമ്മൾ വിളിക്കുന്ന പേരല്ലേ. ഓക്കെ, ചിലപ്പോൾ മൊസാദിന്റെ ഒരു സെക്ഷൻ ആയിരിക്കാം ഈ ഹാക്കിംഗ് ഏജൻസി. അപ്പൊ അങ്ങനെയാണ് ഈ ടീംസ് വരുന്നത്. അതുപോലെ തന്നെ നോർത്ത് കൊറിയയ്ക്കും ഉണ്ട് ഒരു ഇതേപോലത്തെ ഒരു ഹാക്കിംഗ് ടീം. അതിന്റെ പേര് ഞാൻ പറയാം, ലാസറസ് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ലാസറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അനോണിമസ്. വെച്ചാൽ ഇത് നോർത്ത് കൊറിയയുടെ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ അത് പ്രൂവ് ചെയ്യാൻ പറ്റൂല. അതാണ് ലാസറസിന്റെ പ്രശ്നം. നമുക്കറിയാം ഇത് നോർത്ത് കൊറിയയുടെ ഹാക്കേഴ്സ് ആണ്, പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റൂല.
ഈ ലാസറസസ് നടത്തിയ കുറെ അറ്റാക്സ് ഉണ്ട്. ബംഗ്ലാദേശ് ഹെയ്സ്റ്റ് ഇന്നലെ ഇവനെ ഞാൻ അന്ന് ആ ക്ലാസ്സിൽ വന്ന സമയത്ത് എടുത്തു തന്നു ഓർക്കുന്നുണ്ടോ? ഒരു ബംഗ്ലാദേശിൽ നടന്ന ഒരു ബാങ്കിന്റെ കഥയൊക്കെ പറഞ്ഞു തന്നെ, ഒരു വർഷം എടുത്ത് നടത്തിയ ഒരു അറ്റാക്കിനെ പറ്റിയൊക്കെ. ആൽവിന് നെറ്റിഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ആ അറ്റാക്ക് നടത്തിയത് ലാസറസുകാരാണ്. അതുപോലെ തന്നെ നമ്മുടെ സോണി പിക്ചേഴ്സിന്റെ പണ്ടൊരു അറ്റാക്ക് നടന്നത് സോണി പിക്ചേഴ്സിന്, അത് നടത്തിയത് ഈ ലാസറസ് ഗ്രൂപ്പുകളാണ്. അപ്പൊ അങ്ങനെ ഓരോ രാജ്യത്തിനും രാജ്യം പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഹാക്കേഴ്സ് ഉണ്ടാവും. അവർക്ക് രാജ്യം ഫണ്ട് ചെയ്യും. അവർ നല്ല സ്കിൽഡ് ഹാക്കേഴ്സ് ആയിരിക്കും. കാരണം അറിയാലോ, ഒരു രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ഹാക്കേഴ്സ് ആയിരിക്കും. അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും രാജ്യം തന്നെ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് അവർക്ക് സിസ്റ്റങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, അവരുടെ സൗകര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഹൈ സ്കിൽഡ് നല്ല ട്രെയിനിങ് കിട്ടിയ ഹാക്കേഴ്സ് ആയിരിക്കും. പിന്നെ അവർ കംപ്ലീറ്റ് അനോണിമസ് ആയിരിക്കും. ഈവൻ ദോ അവർ നമ്മുടെ രാജ്യത്തിന്റെ ഹാക്കേഴ്സ് ആണെങ്കിൽ പോലും അവർ പുറത്ത് വെളിപ്പെടുത്തൂല നമ്മുടെ രാജ്യത്തിന്. കാരണം അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് തന്നെ വരുന്ന നഷ്ടം ആലോചിച്ച് നോക്കണം. അവരെ എക്സ്പോസ് ചെയ്യാത്തതിന്റെ മെയിൻ കാര്യം എന്താ? അവരെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ഹാക്കേഴ്സ് നമ്മുടെ രാജ്യത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളും അറിയാവുന്നവരായിരിക്കും. അവർ നമ്മുടെ രാജ്യത്തെ ചോർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം തന്നെ ഇല്ലാണ്ടായിപ്പോകും. അതുകൊണ്ട് ഇവരങ്ങനെ എക്സ്പ്ലോസ് ചെയ്യപ്പെടാറില്ല നമ്മുടെ രാജ്യത്തിന്റെ ഹാക്കേഴ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് നേഷൻ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യം പ്രൊവൈഡ് ചെയ്യുന്ന ഹാക്കേഴ്സ്. മറ്റൊരു ടൈപ്പാണ് ഓർഗനൈസ്ഡ് സൈബർ ക്രൈം എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ഓഫ് ടീംസ് ഉണ്ട്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനായിട്ട് വർക്ക് ചെയ്യപ്പെടുക. ഓക്കെ, ഒരു ഓർഗനൈസേഷനായിട്ട് ഇവർ വർക്ക് ചെയ്യും. പക്ഷെ ഇതിനുള്ളിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്തായിരിക്കും? സൈബർ ക്രൈമുകളുടെ ഒരു മാലപ്പടക്കം തന്നെയായിരിക്കും. അവിടെയാണ് ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞത്. അതായത് ഇരുമ്പുത്തിറ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട്. നമ്മുടെ വിശാലിന്റെ ഒരു സിനിമയുണ്ട് ഇരുമ്പുത്തിറ, മനോരമയിലൊക്കെ വരുന്ന ഒരു സിനിമയാണ്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തറിയാം, അവരൊരു ഓർഗനൈസേഷൻസ് പോലെ, ഒരു ടീം പോലെ, അവർ സൊസൈറ്റിയുടെ മുമ്പിൽ ഭയങ്കര നല്ലവരായിട്ട് വർക്ക് ചെയ്യപ്പെടുന്ന ഒരു ടീമാണ്. പക്ഷെ അവർ ചെയ്യുന്നത് എന്താ? അവരുടെ യൂസേഴ്സിന്റെ ബാങ്ക് ലോൺ ആണെന്നൊക്കെ പറഞ്ഞ് സ്കാം ചെയ്ത് അവരുടെ യൂസേഴ്സിന്റെ ഡാറ്റാസ് വെച്ച് അവരെ സ്കാം ചെയ്യുക, അവരുടെ ഈ പേഴ്സണൽ ഡാറ്റാസ് കളക്ട് ചെയ്ത് അവരെ ടോർച്ചർ ചെയ്യുക, ബ്ലാക്ക്മെയിൽ ചെയ്യുക, അതുകൊണ്ടിലൂടെ പൈസ ഉണ്ടാക്കുക, അവരുടെ കള്ളക്കടത്തുകൾ ചെയ്യുക. നിങ്ങൾ ഇരുമ്പത്തിറ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി കണ്ടോ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയാ. ആ സിനിമയുടെ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും, ഈ ഓർഗനൈസേഷൻ സൈബർ ക്രൈമിന്റെ ഇമ്പാക്ട് എന്തോരെയാണ്, അത് എന്തോരം മോശപ്പെട്ടതാണെന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പം ഇതെങ്ങനെയാ വെച്ചാൽ നല്ല സമൂഹത്തിന് മുമ്പിൽ ഒരു ഓർഗനൈസേഷനായിട്ട് പ്രവർത്തിക്കുക. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർത്തിൽ നല്ല ഹാക്കേഴ്സ് ഉണ്ടെന്ന്. ഇവരെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വല്ല പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഓഫീസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഓഫീസായിട്ട് വർക്ക് ചെയ്തിട്ട് ഇവരൊരു ടീമായിട്ട് ഹാക്കിംഗ് ആയിരിക്കും അല്ലെങ്കിൽ സൈബർ ക്രൈമുകളായിരിക്കും അവരുടെ നടത്തുക. ഇപ്പൊ നമുക്കറിയാം ഡിജിറ്റൽ അറസ്റ്റ്, അതുപോലെ തന്നെ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് സ്കാമും കാര്യങ്ങളൊക്കെ ഇവരായിരിക്കും റൺ ചെയ്യുക. എന്താ അതിന് ഉദാഹരണം പറയാ? റാൻസംവെയർ ഓപ്പറേഷൻസ്, ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്, ഐഡന്റിറ്റി തെഫ്റ്റ്, ഫിഷിംഗ് ക്യാമ്പയിൻസ്, ഡാർക്ക് വെബ് മാർക്കറ്റ് പ്ലേസസ്. ഇവരൊരു ടീമായിട്ട് നിന്നിട്ട് എന്ത് ചെയ്യുക? ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഇവർ നോക്കുക. ഇവർ വലിയ വലിയ കാര്യങ്ങളിലേക്കാണ് പിടിപാട്. കാരണം അറിയാലോ, ഒരു ലാർജ് എമൗണ്ട് ഓഫ് മണി എടുക്കാനാണ് ഇവരുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഇവര് വലിയ ഒരു ടീമായിട്ട് സ്കാം ഒക്കെ ചെയ്യുന്നത്. സമൂഹത്തിന് മുന്നിൽ ഒരു ഓർഗനൈസേഷൻ ആയിട്ടൊക്കെ കാണിക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ യൂസേഴ്സിനെ കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഇരുമ്പത്തിറ സിനിമ കാണാൻ പറഞ്ഞത്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഞാൻ ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. ബാങ്ക് ലോൺ ആണ്, മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ചെന്ന് ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് അവർ സ്കാം ചെയ്തിട്ട് അവരുണ്ടാക്കുന്ന ലക്ഷക്കണക്കിന് പൈസ, അതാണ് ഓർഗനൈസേഷണൽ സൈബർ ക്രൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്വിക്ക് കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൗസ് ഇറങ്ങുന്നില്ലല്ലോ. ഓക്കെ, ഒരു ക്വിക്ക് കമ്പാരിസൺ ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ടൈപ്പ് സ്ക്രിപ്റ്റ് കിഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മോട്ടിവേഷനും പ്രൈമറി എന്താണ്? ഫണ്ട്, ക്യൂരിയോസിറ്റി. അതുപോലെ തന്നെ അവരുടെ സ്കിൽ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ലോ ആയിരിക്കും. അവർക്ക് തിരിച്ച് എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ അറിയത്തുണ്ടാവില്ല. കാരണം അവരെന്താ പ്രീമെയ്ഡ് ടൂൾസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്, അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് അറിവൊന്നുമില്ല. അവരുടെ ടാർഗറ്റ് എന്താ? ടാർഗറ്റ്സ് ഓഫ് ഓപ്പർച്യൂണിറ്റി, അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ അവർ യൂസ് ചെയ്ത് അവർക്ക് തോന്നുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല, തോന്നുന്ന പോലെയൊക്കെ. ആക്ടിവിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്താ പറയുക, പൊളിറ്റിക്കൽ ലീഗൽ കോസസ്. അതുപോലെ തന്നെ സ്കിൽ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ആയിരിക്കും. നമുക്ക് നിർബന്ധമില്ല അവർ ഹൈ സ്കിൽഡ് ആവണമെന്ന് നിർബന്ധമില്ല, എന്താണ് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ അവരുടെ ടാർഗറ്റ് എന്താ? ഐഡിയോളജിക്കൽ ഓപ്പോസിറ്റ്സ് ആണ്. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, സമൂഹത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആയിരിക്കും അവരിതൊക്കെ ചെയ്യാം.
ഇൻസൈഡർ ത്രെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കെയർലെസ് ആയിട്ടുള്ള ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ്ഫുൾ അല്ലാത്ത ഒരു എംപ്ലോയി കാരണം ഒരു കമ്പനിക്ക് വരുന്ന കുഴപ്പങ്ങളാണ് ഇൻസൈഡർ ത്രെറ്റ് എന്ന് പറയുക. അവരുടെ സ്കിൽ ലെവലും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ആക്സസ് ഉള്ളതുകൊണ്ടാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. അല്ല അവർ വലിയ കഴിവുള്ളവരാണെന്നൊരു നിർബന്ധമില്ല. അവർക്കുള്ള ആക്സസ് അവർ മിസ്യൂസ് ചെയ്യുന്നു. അതാണ് ഇൻസൈഡർ ത്രെറ്റ് എന്ന് പറഞ്ഞാൽ. അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികം ഓർഗനൈസേഷൻ ഡാറ്റയാണ്. കാരണം ഇൻസൈഡർ ത്രെറ്റ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഇൻസൈഡർ ത്രെറ്റ് ആവാൻ പറ്റുള്ളൂ. ഓർഗനൈസ്ഡ് സൈബർ ക്രൈംസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യത്തിന് എന്താണ്? അവരുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ മണിയാണ്. സ്കിൽ ലെവൽ ഹൈ ആയിരിക്കും. കാരണം ആൾക്കാരെ മുഴുവൻ പറ്റിക്കണമല്ലോ. അതുപോലെ തന്നെ അവരുടെ ടാർഗറ്റ് എന്താണ്? പ്രോഫിറ്റബിൾ ബിസിനസ്സുകൾ. അതുപോലെ തന്നെ അല്ലെങ്കിൽ കോമൺ പീപ്പിൾസ്. പിന്നെ നോൺ സ്റ്റേറ്റ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നേഷൻ സ്റ്റേറ്റ് നേരത്തെ പറഞ്ഞ അവരുടെ വെയർഫെയർ അല്ലെങ്കിൽ സാലറി. അവരുടെ മോട്ടിവേഷൻ സാലറി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ. വാർഫെയർ എന്നാട്ടോ, വെയർഫെയർ എന്നല്ല. ഓക്കെ, സുരക്ഷാ കാര്യങ്ങൾ ഇതിനു വേണ്ടിയൊക്കെ. അവരുടെ കഴിവ് ഭയങ്കര. ഒരു മിനിറ്റടാ, ഇനിയിപ്പോൾ എന്തെങ്കിലും മെസ്സേജ് ഇട്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ഓക്കെ, പറ. അതെ, ഓർഗനൈസ്ഡ് സൈബർ ക്രൈം എന്ന് പറഞ്ഞ ഒരു ബ്ലാക്ക് ഹാറ്റിന്റെ ഇതാണ്. പക്ഷെ അതൊരു ഡിഫറെന്റ് ടൈപ്പാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് ഹാക്കേഴ്സേ ഉള്ളൂ. ബ്ലാക്ക് ഹാറ്റ്, വൈറ്റ് ഹാറ്റ്, ഗ്രേ ഹാറ്റ്. പക്ഷെ അതിന് ഇച്ചിരി നമ്മൾ കുറച്ച് അതിന് വേരിയേഷൻസ് ഉണ്ട്. അതിൽ പെടുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവരുടെ ഉദ്ദേശം നമ്മുടെ നേഷൻ സ്റ്റേറ്റ് ആൾക്കാർ എന്തായിരിക്കും? അവർക്ക് മിലിറ്ററി, ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ സൂക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ് എന്ന് പറയാം. സോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള അവരുടെ കാര്യങ്ങൾ ചോർത്തുക എന്നുള്ളത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് ഹാറ്റ്, വൈറ്റ് ഹാറ്റ്, ഗ്രേ ഹാറ്റ്. അതുപോലെ അത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇതിൽ ലീഗലായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റ് ഹാറ്റ് മാത്രമേ ലീഗലായിട്ടുള്ളതുള്ളൂ. അതേസമയത്ത് നേഷൻ സ്റ്റേറ്റ് ലീഗൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ലീഗലാണ്. ഓക്കെ, നമ്മുടെ രാജ്യത്ത് അത് ലീഗലായിരിക്കും. കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണല്ലോ. പക്ഷെ അത് മറ്റൊരാളുടെ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ, മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ലീഗൽ അല്ല. മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ? നമുക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് അത് ലീഗലാണ്. പക്ഷെ മറ്റൊരു രാജ്യത്തിന്റെ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലീഗൽ അല്ല. കാരണം വേറൊരു രാജ്യത്തിനെ അറ്റാക്ക് ചെയ്ത് അവരുടെ കാര്യങ്ങൾ നോക്കുക എന്ന് പറയുന്നത് ന്യായമായ കാര്യമല്ലല്ലോ. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്തല്ലേ പറ്റൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതും ഗ്രേ ഹാറ്റിന്റെ കാര്യത്തിൽ പറഞ്ഞത്. നമുക്ക് വേണ്ടി ഇപ്പം ചെയ്യാണ്. ഞാൻ എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യാണ്. ഇപ്പം എന്നെ ഒരാൾ ചതിച്ച് പൈസ മേടിച്ചു. ഞാൻ ഒരു നല്ല ഹാക്കറുണ്ട്. ഞാനത് എൻ്റെ സ്കില്ല് ഉപയോഗിച്ച് അയാളുടെ നിന്ന് തിരിച്ച് മേടിച്ചാൽ എൻ്റെ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ അയാൾ എന്നെ പറ്റിച്ചെടുത്ത പൈസ തന്നെയാണ് ഞാൻ തിരിച്ച് മേടിച്ചിരിക്കുന്നത്. പക്ഷെ മറ്റൊരാൾക്കാരുടെ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അയാളെ പറ്റിച്ചത് നിങ്ങളുടെ കഴിവുകേടാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അയാളെ പറ്റിക്കാനുള്ള അനുവാദം ഇല്ല. ഓക്കെ, സെയിം സാധനം. നമ്മുടെ പെർസ്പെക്റ്റീവ് നോക്കി നമ്മൾ ന്യായമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ മറ്റുള്ള പെർസ്പെക്റ്റീവിൽ അങ്ങനെയല്ല. സെയിം സാധനം തന്നെ. നേഷൻ സ്റ്റേറ്റ് ഇതിൽ ആകെ ലീഗലായിട്ടുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? വൈറ്റ് ഹാറ്റ് ഹാക്കർ. കംപ്ലീറ്റ് എഗ്രിമെന്റ് ഞാൻ പറഞ്ഞാൽ എഗ്രിമെന്റ് മേടിച്ച് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, ലീഗൽ ബാരിയേഴ്സ് നോക്കി അത് മാത്രമേ ലീഗലായിട്ടുള്ളൂ. ബാക്കി പറയുന്ന ബ്ലാക്ക് ഹാറ്റ് ആയിക്കോട്ടെ, ഗ്രേ ഹാറ്റ് ആയിക്കോട്ടെ, സ്ക്രിപ്റ്റ് കിട്ടി ആയിക്കോട്ടെ, ഹാക്ടിവിസ്റ്റ് ആയിക്കോട്ടെ, ഇൻസൈഡർ ത്രെറ്റ് ആയിക്കോട്ടെ, നേഷൻ സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഓർഗനൈസ്ഡ് ക്രൈം ആയിക്കോട്ടെ, ഇതൊക്കെ ഇല്ലീഗലാണ്. മനസ്സിലായോ? എടാ, മോട്ടീവ് എന്ന് നോക്കി പറഞ്ഞ മോട്ടീവ് ലീഗൽ എന്ന് പറഞ്ഞാൽ എന്താ? നിയമപരമായി അവകാശമുണ്ടോ, അത് നിയമപരമായി ഓക്കെ ആണോ എന്നുള്ള വാക്കിനാണ് ലീഗൽ എന്ന് പറയുക. മോട്ടീവ് എന്തുമായിക്കോട്ടെ, അത് നിയമം അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ലീഗൽ ആവുകയുള്ളൂ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനൊരു പെങ്കൊച്ചിനായിട്ട് വർഷങ്ങളായിട്ടുള്ള പ്രണയത്തിലാണ്. പക്ഷെ എനിക്ക് 17 വയസ്സേ ആയിട്ടുള്ളൂ, അവൾക്കും 17 വയസ്സായിട്ടുള്ളൂ. നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? ഞങ്ങൾ തമ്മിൽ ട്രൂത്ത്ഫുൾ ആണ്, 100% ആത്മാർത്ഥമായ പ്രണയമാണ്, അല്ലാതെ വേറെ ഒരു ഉദ്ദേശവും ഇല്ല. പക്ഷെ എന്തും പറഞ്ഞാൽ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം നിയമം അത് അനുവദിക്കുന്നില്ലല്ലോ. അത് ഇല്ലീഗൽ മാരേജ് ആകും. ഇപ്പൊ ഞങ്ങളുടെ കുടുംബക്കാർക്ക് ഓക്കെയാണ്. അപ്പൊ ഞങ്ങളുടെ കുടുംബക്കാർ പറഞ്ഞു നിങ്ങൾ കല്യാണം കഴിച്ചോ മക്കളെ, നിങ്ങൾ ഒന്നിച്ച് താമസിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബക്കാർക്ക് ഓക്കെയാണ്, ഞങ്ങൾക്ക് ഓക്കെയാണ്, പിന്നെ ആരെയും നോക്കണ്ടേ എന്നും പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് കഴിയാൻ പറ്റുള്ളൂ. ഇത് ഇല്ലീഗലാണ്. സെയിം സംഭവം തന്നെ. ഇതിന്റെ ഒക്കെ ഉദ്ദേശം നല്ലതാണെങ്കിൽ പോലും ഇവരെടുക്കുന്ന രീതി, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരാളുടെ അനുവാദം ഇല്ലാതെ ഒരാളുടെ ഫോട്ടോ എടുക്കാൻ പോലും അനുവാദം ഇല്ല. മറ്റൊരാളുടെ ഫോട്ടോ എടുക്കാൻ അയാളുടെ അനുവാദം ഇല്ലെങ്കിൽ അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ് മറ്റൊരാളുടെ ഡാറ്റ റീഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇല്ലീഗലാണ് കേട്ടോ. അത്രയുള്ള സംഭവം. ഓക്കെ, അപ്പൊ ഇവിടെ ഉദ്ദേശം എന്താണേലും അതുകൊണ്ടാണ് ഞാൻ കായംകുളം കൊച്ചിയുടെ ഉദാഹരണം പറയാം. അയാൾ ചെയ്തത് നല്ല കാര്യമല്ലേ? വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കലാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷെ അത് അയാൾ തെരഞ്ഞെടുത്ത മാർഗം കൊള്ളയും
മോഷണവുമാണ്. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? കൊള്ള ചെയ്യുന്നവന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അയാൾ ചെയ്യുന്ന കാര്യം നല്ലതാണ്, നമുക്ക് അയാളെ തടയാനും പറ്റൂല. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറി എന്താണെന്ന് വെച്ചാൽ സൈബർ ത്രെറ്റ്സ് കം ഫ്രോം ഡിഫറെന്റ് അറ്റാക്സ് വിത്ത് ഡിഫറെന്റ് മോട്ടിവേഷൻസ്. അണ്ടർസ്റ്റാൻഡിങ് അറ്റാക്കേഴ്സ് സൈക്കോളജീസ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആസ് അണ്ടർസ്റ്റാൻഡിങ് ടൂൾസ്. അതുപോലെ തന്നെ അതായത് നമ്മൾ ടൂൾസും കാര്യങ്ങളും ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ സൈബർ സെക്യൂരിറ്റിയുടെ ഡിഫറെന്റ് മേഖലകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് പോലെ തന്നെ എന്താ പറയാ ഇതെന്താ ഓക്കെ ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക, ഹാക്കേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്പുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഓരോ അറ്റാക്കുകളും വെച്ചാൽ സൈബർ വേൾഡിൽ ഓരോരുത്തരുടെ മോട്ടീവ് വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെ ലക്ഷ്യങ്ങൾ വ്യത്യാസമാണ്, എല്ലാം വ്യത്യസ്തമാണ്. പക്ഷേ എന്താ പറയുക എന്നും പറഞ്ഞ് നമുക്ക് തോന്നുന്നത് ചെയ്യാനുള്ള അനുവാദമില്ല. ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഒരു സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെപ്പോഴും നമുക്കൊരിക്കലും ഒരാളെ ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ ആവാൻ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റൂല. നമ്മളെല്ലാവരും ട്രെയിൻ ചെയ്യുന്നത് വൈറ്റ് ഹാറ്റ് ഹാക്കർ ആവാൻ വേണ്ടി തന്നെയാണ്. ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമ്മളെപ്പോഴും പറയുക, ഒരു വൈറ്റ് ഹാറ്റ് ഹാക്കർ എന്ന നിലയ്ക്ക് നിങ്ങൾ മോശപ്പെട്ട ഒന്നിലേക്ക് പോവാതിരിക്കുക. നമ്മളിത് അറിഞ്ഞിരിക്കുന്നത് എന്തിനാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാലേ നമുക്ക് ഇവരൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ചാപ്റ്റർ, അതായത് ഒന്നാമത്തെ മൊഡ്യൂളിലെ രണ്ടാമത്തെ ചാപ്റ്ററും കഴിഞ്ഞു. വേഗം പോയി ഒരു 5 മിനിറ്റിന്റെ ബ്രേക്ക് എടുക്കുക, ഓടിപ്പോയി വെള്ളം കുടിച്ചിട്ട് വരിക. നമുക്ക് വേഗം അടുത്ത CIA ട്രയാഡ് മൂന്നാമത്തെ ചാപ്റ്ററിലോട്ട് വേഗം കയറാനുണ്ട്. ഓക്കെ അല്ലേ? വേഗം കയറിട്ട് പോയോ, 5 മിനിറ്റ് ബ്രേക്ക്. ഓക്കെ, അപ്പോൾ CIA ട്രയാഡിന്റെ PDF ഇവിടെ. ഓക്കെ, CIA ട്രയാഡിന്റെ PDF ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു സംഭവം പറഞ്ഞു തരാം. ഇപ്പം നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇപ്പം ഞാൻ എൻ്റെ കമ്പനിയിലോട്ടൊരു മെയിൽ അയക്കുകയാണ്. ഓക്കെ, ആ മെയിൽ ആക്സസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ അഡ്മിൻ പാനൽ വെച്ചിരിക്കുകയാണ് എൻ്റെ കമ്പനിയിൽ. അഡ്മിൻ പാനൽ നമ്മളൊരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അഡ്മിൻ പാനൽ ഉണ്ടാവും, നോർമൽ യൂസേഴ്സിനുള്ള പാനൽ ഉണ്ടാവും. അഡ്മിൻ പാനൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്മിനകത്തുള്ള ചില കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിരിക്കും, അത് പോയി കിട്ടി. കാരണം ഡിഫറൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അഡ്മിൻ പാനൽ നോർമൽ യൂസർ പാനൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അഡ്മിൻ പാനൽ മറ്റൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതിനകത്ത് കോൺഫിഡൻഷ്യാലിറ്റി ഇല്ലാണ്ടായിപ്പോയി. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ലോക്കൽ യൂസറിന് അഡ്മിൻ പാനൽ യൂസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡാറ്റ മറ്റൊരാൾക്ക് അറിയാൻ പറ്റുക എന്ന് പറയുന്നതിനാണ് കോൺഫിഡൻഷ്യാലിറ്റി ഇല്ലായ്മ എന്ന് പറയാം. കോൺഫിഡൻഷ്യാലിറ്റി വേണം, അതായത് ഓതറൈസ്ഡ് ആക്സസ് മാത്രമേ നടക്കാൻ പാടുള്ളൂ, അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നടക്കാൻ പാടുള്ളൂ. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ആൻഡ് ആക്യുറസി. അതായത് ഈ സാധനത്തിൽ ഈ ആക്സസ് കിട്ടുന്നതല്ലാതെ ഈ സാധനത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇന്റഗ്രിറ്റി ഇല്ല. ഇപ്പോൾ ഞാനിവിടെ ഒരു മെയിൽ അയക്കുമ്പോൾ ആ മെയിലിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിരിക്കുക, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ അഡ്മിൻ പാനലിന്റെ സെയിം ഉദാഹരണം എടുക്കുക. അഡ്മിൻ പാനൽ എടുത്തിട്ട് നമ്മൾ പറയാണ് എനിക്ക് ഇന്ന സ്റ്റുഡൻറ്റിന് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അഡ്മിൻ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇന്ന യൂസറിന് യൂസേജ് തടയുക എന്ന് പറയുന്ന ഓപ്ഷൻ അഡ്മിൻ ഉണ്ടാവും. ആ അഡ്മിൻ്റെ ആക്സസ് ഞാൻ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഉള്ള യൂസേഴ്സിന് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ തീർന്നു എന്ന് വിചാരിക്കുക, പക്ഷെ ഞാൻ എന്ത് ചെയ്യാണ്, അഡ്മിൻ പാനൽ ഞാൻ ആക്സസ് ചെയ്തിട്ട് എൻ്റെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ കൂട്ടിക്കോട്ടിരിക്കുകയാണ്. എടാ, റൂട്ടല്ല ഉദ്ദേശിക്കുന്നത്, ഞാൻ വെബ്സൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. വെബ്സൈറ്റിനകത്ത് അഡ്മിൻ പാനൽ, നോർമൽ പാനൽ എന്ന് പറഞ്ഞിട്ട് പാനൽസ് ഉണ്ടാവും. നമ്മൾ യൂസർ നെയിം ലോഗിൻ ചെയ്യല്ലേ അവിടെ. അപ്പോൾ ഈ പറയുന്ന അഡ്മിൻ പാനൽ എടുത്തിട്ട് ഞാൻ എനിക്ക് മാത്രം പ്രീമിയം സബ്സ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നവർക്കൊക്കെ ഞാൻ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്ത് കൂട്ടി കൊടുക്കുക, പേയ്മെന്റ് ചെയ്യാതെ തന്നെ. അപ്പോൾ അവിടെ ഇന്റഗ്രിറ്റി ആണ്. ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന സാധനത്തിൽ ഒരു ചേഞ്ചസ് വരുത്താണ് അവരവരുടെ ഇഷ്ടത്തിന്, അവിടെ ഇന്റഗ്രിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു സാധനമാണ്, അതായത് ടാമ്പറിങ് കറപ്ഷൻസ്. ടാമ്പർ ചെയ്യുക അല്ലെങ്കിൽ കറപ്ഷൻസ് ചെയ്യുക. കറക്ഷൻസ് വരുത്താൻ നമുക്ക് അനുവാദമില്ലല്ലോ. അത് അഡ്മിനോ അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിന് മാത്രമുള്ള ഒരു സാധനമാണ് കറപ്ഷൻസ് വരുന്നത്. പക്ഷെ അത് വേറൊരാൾ അയാളുടെ ഇഷ്ടത്തിന് ചെയ്യുമ്പോൾ അവിടെ ഇന്റഗ്രിറ്റി ഇല്ല. ഇന്റഗ്രിറ്റി വേണം. മൂന്നാമത്തെ ഒരു സാധനം അവൈലബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഇപ്പം ഞാൻ ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് ഉദാഹരണം, നിങ്ങൾക്ക് ഡിഫൻസോയുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ. നിങ്ങളിപ്പോൾ വൈകുന്നേരം നോട്ട് എടുക്കാൻ അല്ലെങ്കിൽ നാളെ രാവിലെ എണീറ്റിട്ട് ഓക്കെ ഇന്നത്തെ ക്ലാസ് ഞാൻ കുറച്ചൊക്കെ മറന്നുപോയി, ഒന്നും കൂടി ക്ലാസ് കണ്ടേക്കാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കാൻ വേണ്ടി വീഡിയോ നോക്കുമ്പോൾ നോട്ടും ഇല്ല, വീഡിയോയും ഇല്ല, ഒന്നുമില്ല.
ദിസ് സെർവർ ഈസ് നോട്ട് അവൈലബിൾ എന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിലിറ്റി ഇല്ല, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ട ഒരു സാധനം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അവൈലബിലിറ്റി ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സാധനം നിങ്ങൾക്ക് കിട്ടുന്നില്ല, ആ ഒരു സർവീസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, ലോക്കൗട്ട് ആയി പോവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് അവൈലബിലിറ്റി ഇല്ലായ്മ. അവൈലബിലിറ്റിയും വേണം നമുക്ക്, അതായത് കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി ഒരു കമ്പനിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ കമ്പനിയുടെ ഡിജിറ്റൽ കാര്യങ്ങൾ നേരാവണ്ണം പോകുള്ളൂ. ഓക്കെ, അത് കാത്തു സൂക്ഷിക്കലാണ്. ഈ CIA ട്രയാഡ് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അതായത് കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. CIA ട്രയാഡ് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സാധനം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എല്ലാവർക്കും CIA ട്രയാഡ് അത്ര ബുദ്ധിമുട്ടുള്ള സാധനമൊന്നും അല്ല, എങ്കിൽ പോലും CIA ട്രയാഡ് പലർക്കും ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഞാൻ പഠിക്കാൻ പോയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എനിക്കൊരു സീനിയർ ഉണ്ടായിരുന്നു. പുള്ളി എനിക്ക് പറഞ്ഞതൊരു ട്രിക്കാണ് CIA ട്രയാഡ് ഓർത്തിരിക്കാൻ. ഒരു ലവ് ലെറ്റർ ഓർത്തിരുന്നാൽ മതി. അതായത് ഞാനിപ്പോൾ എൻ്റെ ഗേൾ ഫ്രണ്ടിന് ഈ സാധനം പഠിച്ചു വെച്ച പിന്നെ ഇന്നേ വരെ ഞാൻ മറന്നു പോയിട്ടില്ല കേട്ടോ CIA ട്രയാഡ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. അതായത് ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിന് ലവ് ലെറ്റർ എഴുതിയിട്ട് കൊടുക്കുവാണ്. പക്ഷെ കൊടുത്തു വിടുന്നത് ഡയറക്റ്റ് അല്ല, വേറൊരാളുടെ കയ്യിലാണ് കൊടുത്തു വിടുന്നത്. ഓക്കെ, കൂട്ടുകാരനാവാം, അല്ലെങ്കിൽ അവളുടെ കൂട്ടുകാരനാവാം, അങ്ങനെ ആരുടെ ഒരാളുടെ ഒരു ബെസ്റ്റീനെയും വിചാരിച്ചോ. അപ്പോൾ എളുപ്പമായേ, ഞാൻ ലവ് ലെറ്റർ എഴുതിയിട്ട് അവളുടെ ബെസ്റ്റിക്ക് ഞാൻ കൊടുക്കുവാണ് എൻ്റെ ലവ് ലെറ്റർ. ഇവൻ ഇത് പൊട്ടിച്ച് വായിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റി? കോൺഫിഡൻഷ്യാലിറ്റി പോയി. കാരണം ഇത് ഞാനും അവളും മാത്രം അറിയേണ്ട കാര്യം നടുക്ക് നിൽക്കുന്ന ബെസ്റ്റി അറിഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻഷ്യാലിറ്റി പോയില്ലേ? ഇത് അവൻ അറിയാൻ വേണ്ടി എഴുതിയ കാര്യമല്ലല്ലോ. ഇതാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇവൻ ഈ ലെറ്റർ എഴുതിയിട്ട് ഈ ബെസ്റ്റികൾ അറിയാലോ, കോലിട്ടിളക്കാൻ നിൽക്കുന്നവന്മാരാ. അപ്പൊ ഇവൻ എന്റെ ലെറ്റർ എന്ത് ചെയ്യാണ്? കറക്ഷൻസ് വരുത്താണ്. ഇപ്പൊ ഞാൻ മുത്തേന്ന് വിളിക്കുന്നത് അവൻ വല്ലതും വേറെ വല്ലതും ആക്കി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിക്കേ. നമ്മള് ലവ് ലെറ്റർ ഇങ്ങനെ ഭയങ്കര എഴുത്തായിരിക്കുമല്ലോ. അപ്പൊ ഞാനിപ്പോ എനിക്ക് നിന്നെ ചിരി ഭയങ്കര ഇഷ്ടമാന്ന് പറയുമ്പോൾ ബെസ്റ്റ് അത് തിരുത്തി എഴുതാണ്. നിന്റെ ചിരി കണ്ടാൽ പട്ടി വഴഞ്ഞു പിടിക്കാന്നൊക്കെ അവൻ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഇന്റഗ്രിറ്റി പോയി. അവളിത് വായിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നതിന് വരെ കാരണക്കുറ്റി കടിച്ചിട്ട് പോകും. ഓക്കെ, ഇതാണ് ഇന്റഗ്രിറ്റി. അവൻ തിരുത്തി എഴുതി കഴിഞ്ഞാൽ ഇന്റഗ്രിറ്റി പോയി. അവൈലബിലിറ്റി, ഇങ്ങനെ ഒരു ലവ് ലെറ്ററേ കിട്ടിയിട്ടില്ലെന്ന് വിചാരിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ ലവ് ലെറ്റർ കൊടുത്തിട്ട് ഇവൻ എന്നോട് പറഞ്ഞു ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലാം സെറ്റാണെന്ന് പറഞ്ഞ്. പക്ഷെ അവള് ഇതുവരെ അറിഞ്ഞിട്ട് പോലും ഇല്ല എങ്ങനെ ലവ് ലെറ്റർ എഴുതി എന്നുള്ള കാര്യം പോലും. ഇതാണ് അവൈലബിലിറ്റി ഇല്ലായ്മ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ലവ് ലെറ്ററിന്റെ കേസ് ആലോചിച്ച് ബെസ്റ്റിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഒരു ലവ് ലെറ്റർ ആലോചിച്ച് വെച്ചാൽ മതി. CIA ട്രയാഡ് ജന്മത്ത് മറക്കൂല. CIA ട്രയാഡ് മറക്കരുത്. കാരണം ഇത് എല്ലാ ഇന്റർവ്യൂവിനും ചോദിക്കുന്ന ഒരു സാധനമാണ് CIA ട്രയാഡ്. പക്ഷെ ഇന്റർവ്യൂവിന് എത്തിരി ലവ് ലെറ്ററിന്റെ കേസ് പറഞ്ഞേക്കരുത് കേട്ടോ. ലവ് ലെറ്ററിന്റെ കേസ് ഒന്നും ഇന്റർവ്യൂ ചെന്ന് പറഞ്ഞേക്കരുത്. പക്ഷെ ഇത് ഓർത്തിരിക്കാൻ കിട്ടുന്ന സാധനമാണ്. ഇപ്പൊ നിങ്ങൾ മറക്കാൻ പറ്റില്ല, നിങ്ങൾ ഒറ്റയടി CIA ട്രയാഡ് പഠിച്ചു കഴിഞ്ഞില്ലേ? CIA ട്രയാഡ് ഏറ്റവും എന്റെ ലൈഫിൽ ഞാൻ കിട്ടിയ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ സാധനം, ലവ് ലെറ്ററിന്റെ കേസ്. ഓക്കെ, കൺട്രോൾസ് എസെൻഷ്യൽ കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ, ഈ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന സാധനം നമുക്ക് എങ്ങനെയൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻക്രിപ്ഷൻ ചെയ്യുക. അതായത് നിങ്ങൾ വാട്സപ്പിൽ കണ്ടിട്ടുണ്ടാവും end-to-end എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. നിങ്ങൾ വാട്സപ്പിലെ ചാറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിക്കേ, അവിടെ ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുണ്ടാവും end-to-end എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അതായത് ഇത് അയക്കുന്ന ആൾക്കും ഇത് റിസീവ് ചെയ്യുന്ന ആൾക്കും മാത്രമേ ഈ മെസ്സേജ് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്തു, നിങ്ങൾക്കും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും മാത്രമേ വീഡിയോ കോൾ കാണാൻ പറ്റുള്ളൂ. അതല്ലാതെ വാട്സപ്പിന് പോലും നിങ്ങളുടെ വീഡിയോ കോൾ കാണാൻ പറ്റൂല. അല്ലെങ്കിൽ നിങ്ങൾ അയക്കുന്ന മെസ്സേജ് വാട്സപ്പിന്റെ സെർവറിലൊന്നും മനസ്സിലാവില്ല. കാരണം അത് എൻക്രിപ്റ്റഡ് ആണ്. അവർക്ക് പോലും അത് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവരത് വെച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാം 1-2 മാസത്തിനുള്ളിൽ എൻക്രിപ്ഷൻ എടുത്ത് കളയാൻ പോവാ. സോ ഇനി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അയക്കുന്ന മെസ്സേജും നിങ്ങൾ അയക്കുന്ന വീഡിയോ കോൾ, വോയിസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കേൾക്കാൻ പറ്റും. മറ്റൊരാൾക്ക് കൊടുക്കുമെന്നല്ല പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ വാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ വാട്സപ്പിൽ സ്റ്റിൽ end-to-end എൻക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ എൻക്രിപ്റ്റ് ചെയ്യുക, സ്ട്രോങ് പാസ്വേഡുകൾ ഉപയോഗിക്കുക. അപ്പോൾ അഡ്മിൻ പാനൽ ആക്സസ് ചെയ്യാൻ കാരണം അവരുടെ ശരിക്കും ഒരു പാസ്വേഡ് ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. അപ്പം നല്ല പാസ്വേഡുകൾ ഉപയോഗിക്കുക, സ്ട്രോങ്. പിന്നെ മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ. നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അറിയാം, ടു ഫാക്ടർ ഓതന്റിക്കേഷൻ ഇല്ലേ? 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ. ഇപ്പോൾ നമ്മളൊരു ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ തന്നെ നമ്മളൊരു വേറെ ഡിവൈസിൽ നിന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഡിവൈസിൽ പോയിട്ട് നമ്പറൊക്കെ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നമ്പർ ക്ലിക്ക് ചെയ്താൽ പോലും ഇത് ഞാനാണോ നീയാണോ പെർമിഷൻ, അങ്ങനെ 2 ഫാക്ടർ ഓതന്റിക്കേഷൻ എല്ലായിടത്തും എനേബിൾ ചെയ്ത് വെച്ചാൽ ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ഒരു കോൺഫിഡൻഷ്യാലിറ്റി. ഇത് യൂസർക്കും അവർക്കും മാത്രമുള്ള ഡാറ്റയാണ്. ഇത് വേറൊരാൾ ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് 2 ഫാക്ടർ ഓതന്റിക്കേഷൻ എനേബിൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആക്സസ് കൺട്രോളുകൾ വരുത്തുക, VPNs യൂസ് ചെയ്യുക, ഡാറ്റ മേക്കിങ്.
അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരു ഓർഗനൈസേഷനിൽ ഇതൊക്കെ വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷൻ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് കോൺഫിഡൻഷ്യാലിറ്റി ഓർഗനൈസേഷനിൽ നിലനിൽക്കുക. ഓക്കെ, നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓർഗനൈസേഷന്റെ എൻക്രിപ്ഷൻസ് എപ്പോഴും ഉറപ്പുവരുത്തണം. പഴയ എൻക്രിപ്ഷൻ മെത്തേഡുകൾ ഉപയോഗിക്കാതെ പുതിയ പുതിയ എൻക്രിപ്ഷൻ മെത്തേഡുകൾ യൂസ് ചെയ്യുക. സ്ട്രോങ് പാസ്വേഡുകൾ സജസ്റ്റ് ചെയ്യുക. മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻസ് ഒക്കെ വെബ്സൈറ്റുകൾ ഇല്ലെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, സ്ട്രോങ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതില്ലെങ്കിൽ അതൊക്കെ സജസ്റ്റ് ചെയ്യുക. VPNs യൂസ് ചെയ്യാൻ പറയാം. കാരണം പ്രൈവറ്റ് നെറ്റ്വർക്ക്, വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്നാണ് VPN അർത്ഥം. അപ്പോൾ ഒരു പബ്ലിക് നെറ്റ്വർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു മറ്റു അറ്റാക്കൊക്കെ ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. സോ VPN പോലെയുള്ള നെറ്റ്വർക്കിംഗ് മെത്തേഡുകൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ഒരു കോൺഫിഡൻഷ്യാലിറ്റികൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം നിങ്ങളുടെ ATM പിൻ നമ്പർ നിങ്ങളുടെ അനുവാദം ഇല്ലാതെ ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടെ കോൺഫിഡൻഷ്യാലിറ്റി ഇല്ല. ഓക്കെ, അടുത്താണ് ഇന്റഗ്രിറ്റി. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുവാണെങ്കിൽ, എക്സാമ്പിൾ അല്ലല്ലോ. ഓക്കെ, ഇന്റഗ്രിറ്റി എങ്ങനെ എൻഷുർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റഗ്രിറ്റി പ്രിവെന്റ്സ് ഡാറ്റ ടാമ്പറിംഗ് അല്ല, അത് വേറെയാണ്. കൺട്രോൾസ്. ഓക്കെ, ഹാഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാഷിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എൻക്രിപ്ഷൻ പോലെ തന്നെ വേറൊരു സംഭവമാണ്. അതായത് ഹാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഡാറ്റ കിട്ടിയെങ്കിൽ പോലും നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റൂല. അതിനാണ് ഹാഷിംഗ് എന്ന് പറയുക. അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി ഒരു എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ഉണ്ടാവും. ഈ പാസ്വേഡ് ഡീക്രിപ്റ്റ് ചെയ്തിട്ട് ആ പാസ്വേഡ് കൊടുത്താൽ മാത്രമേ ഹാഷ് ഫയൽസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈവൻ ദോ ഒരു അറ്റാക്കർക്ക് നമ്മുടെ ഡാറ്റ ലീക്കായി കിട്ടിയെങ്കിൽ പോലും അയാൾക്ക് ഇത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ പാസ്വേഡ് കണ്ടുപിടിച്ച് പാസ്വേഡ് എൻക്രിപ്റ്റ് ചെയ്ത പാസ്വേഡ് ഡീക്രിപ്റ്റ് ചെയ്തിട്ട് ആ ഡീക്രിപ്റ്റ് ചെയ്ത പാസ്വേഡ് യൂസ് ചെയ്യണം. അപ്പം അത് അത്ര പോസിബിൾ അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഹാഷ് മെത്തേഡ് പോലെ ഇരിക്കും. അപ്പം നന്നായിട്ട് അപ്പം നമ്മുടെ ഡാറ്റാസിനൊക്കെ ഹാഷുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഇട്ട് വെക്കുക. ഇപ്പോൾ ഇത് നിങ്ങളിത് നോക്കിക്കേ, നിങ്ങൾ ഈ സൈഡിൽ കണ്ട നോട്ട്ബുക്ക് LLM എന്ന് പറഞ്ഞിട്ട് വാട്ടർമാർക്ക് കിടക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ നോട്ടാന്ന് പറഞ്ഞ് പബ്ലിക്കലി കൊടുക്കാൻ പറ്റൂല, കാരണം ഇവിടെ വാട്ടർമാർക്ക് കിടപ്പുണ്ട്. ഇത് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കിയതാണെന്ന്. അതങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയാണ് നോട്ട്ബുക്ക് LLM എന്ന് അവർ വാട്ടർമാർക്ക് ഇട്ട് വെച്ചിരിക്കുന്നത് അവരുടെ പ്രൊഡക്ഷനിൽ തന്നെ. അപ്പോൾ അവരുടെ കമ്പനിയുടെ പ്രൊഡക്ഷൻ അവർ എൻഷുർ ആക്കുന്നുണ്ട്. ഇത് ആര് നോക്കിയാലും നോട്ട്ബുക്ക് LLM എന്നാണ് ഉണ്ടാക്കിയതെന്ന് മനസ്സിലാകാൻ വേണ്ടി. അതുപോലെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഇട്ട് വെക്കുക. പിന്നെ ഫയൽ ഇന്റഗ്രിറ്റി മോണിറ്റർ ചെയ്യുക, ആക്സസ് കൺട്രോൾ ചെയ്യുക. അതായത് നമ്മുടെ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ നമ്മൾ അയക്കുന്ന ഫയൽസ് ഡാറ്റാസ് ഒക്കെ നമ്മൾ മോണിറ്റർ ചെയ്യണം. അതാണ് സോക്ക് അനലിസ്റ്റുകളുടെ പരിപാടി. ഫുൾ ടൈം മോണിറ്ററും കാര്യങ്ങളൊക്കെ ചെയ്യുക. എവിടെയെങ്കിലും ഡാറ്റ കറക്ഷൻസ് നടക്കുന്നുണ്ടോ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നടക്കും. നമ്മുടെ വെബ്സൈറ്റുകളൊക്കെ എപ്പോഴും നമ്മളിപ്പോൾ ഒരു കമ്പനിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് എപ്പോഴും ചെക്ക് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. നമ്മളറിയാതെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്റഗ്രിറ്റിനെ സംരക്ഷിക്കാൻ നമ്മൾ ചെയ്യുക. എന്താണ്, ഹാഷുകൾ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഇട്ട് വെക്കുക, ഫയൽ ഇന്റഗ്രിറ്റി മോണിറ്റർ ചെയ്യുക. ഓക്കെ, അവൈലബിലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. അവൈലബിലിറ്റി പ്രൊട്ടക്ട് ചെയ്യുന്ന ATM മെഷീൻസ്, ബാങ്കിങ് സൂപ്പർവൈസ്, ഹോസ്പിറ്റൽ സിസ്റ്റംസ്, വെബ്സൈറ്റ്സ്, ഓൺലൈൻ സർവീസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ അവൈലബിലിറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നമ്മുടെ മിക്ക മെഡിക്കൽ റെക്കോർഡ്സും ഓൺലൈൻ ത്രൂ ആണ് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് ചെക്ക് ചെയ്യുമ്പോൾ ആ പുള്ളിയുടെ സർജറിക്ക് കയറാൻ നിൽക്കുന്ന ഒരു പുള്ളിയുടെ എല്ലാ മെഡിക്കൽ റെക്കോർഡും ഡിജിറ്റലാണ് കിടക്കുന്നത്. സർജറിയുടെ അന്ന് രാവിലെ നോക്കുമ്പോൾ ഇയാളുടെ റെക്കോർഡ്സ് ഒന്നും ഇല്ലെങ്കിൽ എന്നാ ചെയ്യും ഡോക്ടർ? ഈവൻ ദോ ആ ഡോക്ടറാണ് ചെക്ക് ചെയ്യുന്നെങ്കിൽ പോലും ഇയാളുടെ മുഴുവൻ കണ്ടീഷൻസ്, ഇയാളുടെ മുഴുവൻ കാര്യങ്ങളൊക്കെ ഇതാ. അപ്പോൾ ഇയാൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ ഈ സർജറി നടക്കൂല. കാരണം സർജറിക്ക് അനസ്തേഷ്യ കൊടുക്കുന്നതും മരുന്നുകൾ കൊടുക്കുന്നതും അയാളുടെ ഇത്രയും കാലത്തെ മുഴുവൻ കാര്യങ്ങൾ നോക്കിയിട്ടാണ്. അപ്പോൾ ഈ മെഡിക്കൽ റെക്കോർഡ് കിട്ടിയില്ലെങ്കിൽ അവിടെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ സർജറി നടക്കൂല. സോ അവൈലബിലിറ്റി ഉറപ്പാക്കണം. അപ്പോൾ അവൈലബിലിറ്റി ഉറപ്പാക്കുന്ന എപ്പോഴും എങ്ങനെയാണ്, ബാക്കപ്പുകൾ എടുത്ത് വെക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് പെനട്രേഷൻ ടെസ്റ്റിംഗ് നമ്മൾ നേരത്തെ ചെയ്തു വെക്കുക. ലീഗലി ചെയ്യുന്നതിന്റെ കാര്യം ബാക്കപ്പുകൾ എടുത്തു വെക്കാനാണ്. ഇൻ കേസ് നമ്മൾ ചെയ്യുന്ന പെനട്രേഷൻ ടെസ്റ്റിംഗ് പോലെ വെബ്സൈറ്റിനോ സെർവറിനോ എന്തെങ്കിലും പറ്റിയാൽ പോലും ഉടനെ സർവീസ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാക്കപ്പുകൾ എടുത്തു വെക്കും. പിന്നെ ഡിസാസ്റ്റർ റിക്കവറി പ്ലാൻ. ഇൻ കേസ് ഒരു ഡിസാസ്റ്റർ നമ്മൾ മുൻകൂട്ടി കാണാം. അത് പെനട്രേഷൻ ടെസ്റ്റർ നമ്മൾ മുൻകൂട്ടി കാണും. ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാനൊരു DDoS അറ്റാക്ക് എൻ്റെ കമ്പനി തന്നെ ചെയ്തു നോക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹാക്കർ എൻ്റെ കമ്പനി DDoS അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നേരത്തെ കമ്പനി തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാവും. നല്ല ഫയർവാളുകൾ ഇട്ട് വെക്കുക, കാരണം അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇനി ഒരു ഡിസാസ്റ്റർ വലിയ എൻ്റെ കമ്പനിയുടെ സെർവർ കത്തിച്ച് കളഞ്ഞാൽ പോലും എനിക്ക് ഉടനെ ഇത്ര നിമിഷങ്ങൾക്കുള്ളിൽ കസ്റ്റമേഴ്സിന്റെ സർവീസ് എത്തിക്കാൻ പറ്റാൻ വേണ്ടി അവർ ചിലപ്പോൾ വേറൊരു സർവീസ് വല്ല ക്ലൗഡൊക്കെ മേടിച്ചിട്ട് വെച്ചിട്ടുണ്ടാവും. തൽക്കാലത്തേക്ക് അവരുടെ ഡാറ്റാസ് ക്ലൗഡിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഡിസാസ്റ്റർ പ്ലാൻ എപ്പോഴും ഉണ്ടാക്കി വെക്കുക. പിന്നെ ലോഡ് ബാലൻസ്, ആന്റി DDoS പ്രൊട്ടക്ഷൻ. ലോഡ് ബാലൻസ് എപ്പോഴും നമ്മുടെ സെർവറുകളിലോ വെബ്സൈറ്റുകളിലോ ഇത്ര പരിധികൾ നിശ്ചയിച്ച് വെക്കണം. നിങ്ങൾ എന്താ പറയുക, ഈ ക്യാഷെ ഫയൽസ് അല്ല
നമ്മളിപ്പോ ഗൂഗിളിൽ ഒരു സാധനം നമ്മളിങ്ങനെ 2-3 തവണ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചോദിച്ചു ചോദിക്കുന്നത് കണ്ടിട്ടില്ല, യു ആർ വെരിഫൈ യു ആർ നോട്ട് റോബോട്ട് എന്ന് പറഞ്ഞിട്ട് 2-3 അറ്റൻഡ് കഴിയുമ്പോൾ തന്നെ ചോദിക്കുന്ന കാര്യം എന്താ പറഞ്ഞാൽ ഓവർലോഡ് ആവാതിരിക്കാനാ. ഇപ്പൊ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് കണ്ടിന്യൂസ് ആയിട്ട് ഡാറ്റ എൻ്റർ ചെയ്ത് നടത്തുന്ന അറ്റാക്കാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. അപ്പൊ അത് ഓവർലോഡാണ്. ചിലപ്പോൾ അതായത് 1 ലക്ഷം 2 ലക്ഷം കാര്യം ഡാറ്റാസ് ആയിരിക്കും ഒറ്റ സമയം കൊണ്ടൊക്കെ എൻ്റർ ചെയ്യുക. അപ്പൊ അത് ആ വെബ്സൈറ്റിനോ സെർവറിനോ താങ്ങാൻ പറ്റൂല ഇത്രയും വലിയ ലോഡ് ഓഫ് ഡാറ്റ. അപ്പൊ അവരത് എന്ത് ചെയ്യും, അതിനെ ബ്ലോക്ക് ആയിട്ടാണ് എന്ത് ചെയ്ത് ഒരു 5 അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ നോട്ട് റോബോട്ട് കൊടുക്കുക. എന്നിട്ടൊരു ഒന്നെങ്കിൽ ക്യാപ്ഷ ഫില്ല് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ മറ്റേ ഇമേജസ് സെലക്ട് ചെയ്യാൻ പറയും. ഇതൊക്കെ എന്തിനാണ്, അത് തടയാൻ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ നമുക്ക് പണ്ടൊക്കെ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാൻ പറ്റും, ഇപ്പൊ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഒരു ഇത്ര അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അവർ തന്നെ പറയും നിങ്ങളെ ഇതായി, നിങ്ങൾ വെരിഫൈ ചെയ്യുക, അതാണ് മറ്റാണ് മറിച്ച്. അപ്പൊ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് നടക്കൂല. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ചെയ്യാൻ പറ്റുന്ന സാധനമല്ല, ഒറ്റ സ്ട്രെച്ച് തീർക്കേണ്ടതാണ്. പക്ഷെ ഇങ്ങനെ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് നടക്കില്ല. അപ്പൊ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കുകൾ ഈ ഡിഡോസ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു സെർവറിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡാറ്റ കൊടുത്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു അറ്റാക്കാണ്. അപ്പൊ അതൊക്കെ തടയാൻ വേണ്ടി ആന്റി ഡിഡോസ് പ്രൊട്ടക്ഷൻ ഒക്കെ വെക്കുക, ഫയർ വാളുകൾ വെക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ കട്ടിങ് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ചോദിച്ചോ. എടാ അതിൽ വലിയ കാര്യമില്ല. ഈ റോബോട്ട് എന്ന് അവർ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ, അറ്റാക്കിംഗ് ആണോ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതായത് നമ്മളിപ്പോ ഞാൻ പറഞ്ഞ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ചെയ്യുന്നത് നമ്മളല്ലല്ലോ, നമ്മളൊരു നമ്മുടെ കമ്പ്യൂട്ടറിനെ കൊണ്ട് റൺ ചെയ്യിക്കുകയല്ലേ. അപ്പൊ കമ്പ്യൂട്ടറിന് അറിയാൻ പറ്റുമോ ഇങ്ങനെ ചോദ്യം വന്നോ ഇല്ലയോ എന്ന് കമ്പ്യൂട്ടറിനെ തിരിച്ചറിയാൻ പറ്റൂല. കമ്പ്യൂട്ടർ നമ്മൾ ആകെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്താ, 1000 പാസ്വേഡ് അല്ലെങ്കിൽ 1 ലക്ഷം പാസ്വേഡ് 2 മിനിറ്റ് കൊണ്ട് അടിക്കുക. ഇതാണ് നമ്മൾ കമ്പ്യൂട്ടറിനെ ഏൽപ്പിച്ചിരിക്കുന്ന ചോദ്യം. കമ്പ്യൂട്ടർ അതേ ചെയ്യുള്ളൂ. അല്ലാതെ ഇതിനിടയ്ക്ക് ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അത് ആ സിസ്റ്റത്തിനോ അല്ലെങ്കിൽ ആ ടൂളിനോ തിരിച്ചറിയാൻ പറ്റൂല. അവിടെ ബ്രേക്ക് വന്നാൽ ബ്രേക്ക് വന്നു എന്ന് അറിയാൻ പറ്റും, അത് അവിടെ പ്രവർത്തനം നിർത്തും. മനസ്സിലായോ? അതല്ലാതെ നമ്മൾ ചെയ്യുന്നത് റോബോട്ടാണോ എന്ന് ചോദിക്കാൻ വേണ്ടി അല്ല അവർ ചെയ്യുന്നത്. നമ്മൾ റോബോട്ടാണോ അല്ലല്ലോ എന്ന് അവർക്ക് വിഷയമല്ല. അത് ആ ബ്രേക്ക് വരുത്താൻ വേണ്ടി അവർ ചോദിക്കുന്നതാണ്, കൺഫേം യു ആർ നോട്ട് റോബോട്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉദാഹരണമാണ് ഇത്. ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ATM മെഷീനിൽ നമ്മളിപ്പോൾ ATM മെഷീൻ ആണെങ്കിൽ പോലും 3-4 തവണ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ അത് പറയും ഇത്ര നിങ്ങളുടെ ഇന്നത്തെ കോട്ട കഴിഞ്ഞു എന്ന് പറയുന്നതിന്റെ കാര്യമൊക്കെ ഇതാണ്. ഓക്കെ, അപ്പോ 8:50 നമ്മുടെ 3 ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. ഇനി ഈ ചാപ്റ്ററിനകത്ത് എന്തൊക്കെയുണ്ട്, സൈബർ കിൽ ചെയിൻ ഉണ്ട്, പിന്നെ ഫേസസ് ഓഫ് എത്തിക്കൽ ഹാക്കിംഗ് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, പിന്നെ ലീഗൽ എത്തിക്കൽ ബൗണ്ടറീസ്. 3 കൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ തന്നെ നമ്മുടെ മൊഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ടാവും. 1ാമത്തെ മൊഡ്യൂൾ തീർക്കും. പക്ഷെ ഇത് ഇച്ചിരി കുറച്ചുണ്ട് കേട്ടോ, കുറച്ചധികം സാധനങ്ങളുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറ്റുമെങ്കിൽ 1ാമത്തെ മൊഡ്യൂൾ തീർത്തിട്ട് 2ാമത്തെ മൊഡ്യൂൾ കയറാൻ നോക്കും കേട്ടോ. 2ാമത്തെ മൊഡ്യൂൾ ഒരു ചാപ്റ്റർ, ആദ്യത്തെ ചാപ്റ്റർ എത്താൻ നോക്കട്ടെ. TCP/IP മോഡലും OSILS ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ തന്നെ അവന്മാരും ഉണ്ടെങ്കിൽ നമുക്ക് പടയുന്ന തിയറി ഒക്കെ തീർന്നു. അപ്പൊ നമ്മളിത് തിയറി ഒക്കെ നമ്മൾ പടയുന്ന തീർത്തോളും കേട്ടോ, പ്രശ്നമൊന്നുമില്ല. നമ്മൾ പ്രാക്ടിക്കലോട്ട് കയറിക്കണം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ 1ാമത്തെ മൊഡ്യൂൾ തീർക്കും. ഓക്കെ, 10 മിനിറ്റ് കൂടി ഉണ്ട് ഡൗട്ട് ക്ലിയറൻസ് സെഷൻ. എന്ത് ഡൗട്ടും ചോദിക്കാം.